ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവൻ എത്ര പേർ ലോകം വിട്ടുപോ. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവൻ എത്ര പേർ ലോകം വിട്ടുപോ. എന്നാലോ നാം ഒരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നാം ഒരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇന്ന് എനിക്കൊന്ന് അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു 5 മണിക്ക് 5:30 ഇന്ന് വൈകിട്ടത്തെ. അന്ന് ഞാൻ ആലുവയിൽ സെമിനാരിയിലാണ്. അപ്പോൾ 5:30 നീ എത്തുക നന്നായിരിക്കും. അവൻ പറഞ്ഞു എനിക്ക് കുറച്ചും കൂടി സമയം തരണം, ഞാൻ ഇവിടെ നിന്ന് വണ്ടി ഓടിച്ചെത്തണ്ടേ, എനിക്ക് 6 മണിയാവുമ്പോൾ വരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു 6 മണിക്ക് വരെയാ, 7 മണിക്ക് ഞങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്, അതിനു മുമ്പ് നീ വന്ന് കണ്ടുപോകും. അവൻ എന്നെ രാവിലെ 7:30 ആയപ്പോഴാണ് വിളിച്ചത്. 8:30 ആയപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരിക. ഇതാരാണ്? ഞാൻ പറഞ്ഞു അച്ഛനാണ്, പ്രിൻസച്ചനാണ്. അപ്പോൾ ഉടനെ അവർ പറഞ്ഞു, അച്ഛാ അച്ഛനെ വിളിച്ച ഈ പയ്യൻ ഇപ്പോൾ ആക്സിഡൻറ്റിൽ മരിച്ചു, BOT പാലത്തിലുണ്ടായ ആക്സിഡൻറ്റ്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നമ്മളോടാണ് അവസാനം സംസാരിച്ച് അച്ഛനെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞ് പോയ പയ്യൻ. അവനെക്കുറിച്ച് ആളുകളൊക്കെ പറഞ്ഞത് എന്താണെന്നറിയുക, എന്ത് ദാരുണമായ മരണം. പക്ഷെ ആ ചെറുപ്പക്കാരനെ കുറിച്ചുള്ള ഒരു ദീപ്തമായ ഒരു സ്മരണ എൻ്റെ മനസ്സിലുണ്ട്. അവനെക്കുറിച്ച് അവനെ കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, അവനെ നേരിട്ട് ജീവനോടെ കണ്ടിട്ടില്ല. അവനെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു കേട്ട കാര്യം, അവൻ അവിടെയുള്ള ചെറുപ്പക്കാരെയെല്ലാം വിളിച്ചു ചേർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, കപ്പേള പുതുക്കി പണിതു എന്നൊക്കെ ഇവനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ്റെ, അവൻ്റെ കുടുംബത്തിന് താങ്ങായിരുന്നു, തണലായിരുന്നു. അവൻ മരിച്ചു. മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ വേറൊരു കാഴ്ചപ്പാടാണ്. അവൻ ചെയ്ത നന്മകളൊന്നും നമ്മൾ ഓർക്കാതിരിക്കില്ല. പക്ഷെ അത് ദാരുണമായ മരണം. കുര്യാക്കോസ് അച്ഛൻ കുർബാന ചെല്ലാനായിട്ട് അൾത്താരയിൽ കയറുന്ന സമയത്ത്, ഉടുപ്പ് ധരിക്കുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ്റെ ഈ കഴുത്തിൻ്റെ ഇവിടെ ഇതെന്താണ് ഇങ്ങനെ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്താ നീണ്ട താടിയുണ്ട് അച്ഛന്? പറഞ്ഞു, എന്താ ഇത്? പറഞ്ഞു, അച്ഛൻ ഒന്ന് തൊട്ട് നോക്കി. അപ്പോൾ അച്ഛൻ താടിയുടെ ഇടയിലൂടെ ഇങ്ങനെ പറഞ്ഞു, ഇത് നീ എങ്ങനെ കണ്ടുപിടിച്ചിട്ട്? ഒരു മുഴയാണ്. പറഞ്ഞു, അച്ഛൻ ഇതിങ്ങനെ കാണുന്നുണ്ടല്ലോ. അച്ഛൻ കുർബാന കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ കോൺവെന്റിൽ പോയ സമയത്ത് സിസ്റ്റേഴ്സിനോട് ഇതിൻ്റെ കാര്യം പറയുമ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു, അച്ഛൻ എത്രയും വേഗം ആശുപത്രി കാണിക്കുക. എറണാകുളത്ത് ലിസി ആശുപത്രിയിൽ വന്ന് അദ്ദേഹം അത് കാണിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം. അച്ഛൻ ഇത് കാണിച്ചു. അച്ഛൻ്റെ എല്ലാവരും ഒരു കൺഫർമേഷനിലെത്തി, അച്ഛന് ക്യാൻസറാണ്. അത് അച്ഛനെ ലങ്സിൽ നിന്ന് ബാധിച്ച് അച്ഛൻ്റെ ശരീരത്തിലേക്ക് അത് ബാധിച്ചു. 2-3 മാസമേ അച്ഛൻ ജീവിച്ചിരിക്കുള്ളൂ. അച്ഛനെ കാണാൻ ചെല്ലുമ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊരു കൃപയാണ്, ഇതൊരു അനുഗ്രഹം. പെട്ടെന്ന് ഞാൻ ഉരുണ്ടു വീണതല്ല, അറ്റാക്കം വന്ന് ചത്തില്ലല്ലോ. അങ്ങനെ ചാകുകയാണെങ്കിൽ ഒന്ന് കുമ്പസാരിക്കാൻ പോലും അവസരം കിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ 3 മാസം ഇങ്ങനെ കിടക്കണ സമയത്ത് എനിക്ക് പൊറുക്കേണ്ടവരോടൊക്കെ പൊറുക്കാം, ക്ഷമിക്കേണ്ടവരോടൊക്കെ ക്ഷമിക്കാം, ക്ഷമ ചോദിക്കേണ്ടവരോടൊക്കെ ക്ഷമ ചോദിക്കാം. അങ്ങനെ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയുള്ള ഒരു മരണം, അതിനുവേണ്ടി ദൈവം ഒരുക്കിയ സന്ദർഭമാണ് ഇതെന്ന് ഈ അച്ഛൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, അപ്പം രോഗം എന്ന് പറയുന്നത്, കിടപ്പ് രോഗം എന്ന് പറയുന്നത്, അത് ഒരു പ്രത്യേകിച്ച് ദൈവം നൽകുന്ന ഒരു കൃപയല്ലേ, അനുഗ്രഹമല്ലേ. അതുകൊണ്ട് രോഗത്തെയും ഈ കിടപ്പ് രോഗത്തെയും നമ്മളെന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അത് മരണത്തിലേക്കുള്ള ഒരു ഒരുക്കത്തിനുള്ള ഒരു പടിയായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ, ദൈവം നൽകിയ ഒരവസരം അനുദപിക്കാനും കുമ്പസാരിക്കാനും കുദാശകൾ സ്വീകരിക്കാനും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആത്മാവിനെ സമർപ്പിക്കാനുള്ളൊരവസരമായി മരണത്തെ കണ്ടാൽ അത് അനുഗ്രഹമായിട്ട് തീരും. കളപ്പുരകളിൽ വിളവുകൾ ശേഖരിക്കുന്നവർ ഓർക്കുക, ആത്മാവിന് വേണ്ടിയുള്ള നിക്ഷേപം എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടോ നമ്മൾ? ആത്മാവിന് വേണ്ടിയുള്ള നിക്ഷേപം, അങ്ങനെ ഒരു നിക്ഷേപം നമ്മൾ കരുതി വെച്ച നമ്മുടെ ജീവിതത്തിൽ മരണം അനുഗ്രഹപ്രദമായിട്ട് തീരും. അനുഗ്രഹപ്രദമായിട്ട് തീരും. എന്താണ് നല്ല മരണം എന്ന് പറയുന്നത്? എന്താണ് നല്ല മരണം?
അതിനെക്കുറിച്ച് വചനം പറയുന്നത് എന്താണ്? വെളിപാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 13-ാം തിരുവചനം പറയുന്നു, കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ അനുഗ്രഹീതരാണ്. കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ അനുഗ്രഹീതരാണ്. തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ വീണ്ടും പറയുന്നു, കർത്താവിൽ മരിച്ചവർ ആദ്യം ഉയർക്കും. കർത്താവിലുള്ള മരണമാണ് നല്ല മരണം എന്ന് പറയുക. വിശുദ്ധ ഔസേപ്പിതാവ് നന്മരണത്തിന്റെ മധ്യസ്ഥനായി ആദരിക്കപ്പെടും. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന അതിനെക്കുറിച്ചാണ്. നമ്മുടെ ആരുടെയും അനുവാദം കൂടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന 2 കാര്യങ്ങളുണ്ട്. നമ്മുടെ ആരുടെയും അനുവാദം കൂടാതെ കടന്നു വരുന്ന കാര്യമാണ്. ഒന്നാമത്തതിൻ്റെ പേര് സ്നേഹമെന്ന് പറയും, രണ്ടാമത്തതിൻ്റെ പേര് മരണമെന്ന് പറയും. സ്നേഹം നമ്മുടെ ഹൃദയം കവർന്നെടുക്കുമ്പോൾ മരണം കവർന്നെടുക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പുകളാണ്. മരണം കവരുന്നത് ഹൃദയത്തിൻ്റെ ഇടിപ്പുകളാണ്. ഒരാൾക്കും മരണത്തിൽ നിന്ന് മോചനമില്ല. മരണം എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മരണം കള്ളനെ പോലെ വരുമെന്നാണ് പറയുന്നത്. കള്ളനെ പോലെ വരും. കള്ളനെ പോലെ വരുന്ന മരണത്തിന് കള്ളൻ്റെ പ്രത്യേകത എന്താ? പണക്കാരനോ പാവപ്പെട്ടവനോ ഇല്ല, ചെറുതോ വലുതൊന്നുമില്ല, പൊക്കം ഉണ്ടായിട്ടും താടി ഉണ്ടായിട്ടും കാര്യമില്ല, സാരി ഉടുത്തിട്ടും ചുരിദാർ ഇട്ടിട്ടും കന്യാസ്ത്രീ വസ്ത്രം ധരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ഈ മരണത്തിൻ്റെ കരങ്ങളിലേക്ക് പോകേണ്ടി വരും. അത് ഉറപ്പായ കാര്യമാണ്. ഈ ദിവസങ്ങളിൽ കുറച്ച് നാൾ, ഞാൻ 2 മാസം ആയിട്ടില്ല, എനിക്കും കോവിഡ് വന്ന് ന്യൂമോണിയ ആയ സമയം, ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയ ഒരു സമയം. ഞാനിങ്ങനെ വിചാരിച്ചു, കർത്താവെ, ഞാൻ ഇത്രയൊക്കെ ബലിയർപ്പിച്ചല്ലോ ആൾത്താരയിൽ, ഞാൻ ഒരുപാട് ബലിയർപ്പിച്ചില്ലേ, എൻ്റെ ശവസംസ്കാര ശുശ്രൂഷ ഒരു ബലിയർപ്പണം പോലും ഇല്ലാതെ നടക്കുമോ എന്നുള്ളൊരു പേടിയായിരുന്നു എൻ്റെ മനസ്സിൽ. ഒരു ചെറിയ പെട്ടിക്കുള്ളിൽ ചാരമായിട്ട് ഞാനിനി എൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടു. അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയൊക്കെ കടന്നുപോയി. പിന്നെ ഈശോ അത് ആ ഒരു കാര്യത്തെ മനസ്സിലാക്കാനായിട്ട് ഈശോ തന്നൊരു അവസരമാണെന്ന് നമുക്കറിയാം. നമ്മുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്നില്ല, വളരെ വേഗത്തിലാണ്. ഞാൻ ആശുപത്രി കിടക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് 40 വയസ്സുള്ളൊരു സ്ത്രീ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നോട് കൂടെ വന്ന് പറയും. അവർ ഒരു പ്രഭാതത്തിൽ അവരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അവർ മരിച്ചിട്ട് വച്ചോ. ഞാനന്ന് കരഞ്ഞു. ഞാൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ഉറക്കെ കരഞ്ഞു. ആരും കടന്നു വരാത്ത മുറിയാണല്ലോ ഈ കോവിഡ് രോഗികൾ കിടക്കുന്ന മുറി. ഞാൻ എന്തിനാ കരഞ്ഞതെന്ന് എനിക്കറിയില്ല. എങ്കിലും ഇത് എൻ്റെ തൊട്ടടുത്തുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പുറത്തായിരിക്കാം ഞാൻ കരഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എല്ലാവരും ഓർത്തു, എല്ലാ കുടുംബങ്ങളെ ഓർത്തു. നാളിതുവരെ ഈ ശുശ്രൂഷയിൽ സഹായിച്ചവരെ, ധ്യാനിപ്പിച്ച പള്ളികളെ, കുമ്പസാരിപ്പിച്ചവരെ, എൻ്റെ കുമ്പസാരം കേട്ടവരെ എല്ലാവരെയും ഓർത്തു. എനിക്ക് ഭക്ഷണം തന്നവരെയൊക്കെ ഓർത്ത് ഞാനിങ്ങനെ ആശീർവദിച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ, ഇവരെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണേ, ഇവരെല്ലാവരെയും. കാരണം ഇനി എന്താ, ഞാൻ കണക്കുകളൊക്കെ എഴുതി വെച്ചു, കുർബാനയുടെ കണക്കുകളൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചു, കുർബാന കണക്കുകളൊക്കെ. കാരണം ഇനി എന്തെങ്കിലുമൊക്കെ ഉത്തരിപ്പുകളൊന്നും ഇല്ലാതെയൊക്കെ പോകണമല്ലോ. അപ്പോൾ കുർബാന ഞാൻ ചൊല്ലാനുള്ള കുർബാനകൾ എന്താണ്, എവിടം വരെ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ദിവസങ്ങളിലൊക്കെ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുക. ഒറ്റ ദിവസം ഞാൻ മുടങ്ങിയില്ല. ഈ കോവിഡിൻ്റെ സമയത്തും വളരെ ബുദ്ധിമുട്ടുള്ള സമയത്തും ഞാൻ വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ആ ഒരു കാര്യം മുടക്കാനായിട്ട് ഈശോ അനുവദിച്ചില്ല. മരണം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കാതെ കടന്നു വന്ന ഈ കൊറോണ എന്നുള്ള രൂപത്തിൽ കടന്നു വന്ന് ഇങ്ങനെ കവർന്നെടുത്ത് പോകുമ്പോൾ, അത് നമ്മുടെ വീട്ടിൽ സംഭവിക്കുമ്പോഴും നമ്മുടെ തൊട്ടടുത്ത് സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വല്ലാത്തൊരു മരവിപ്പ് നമ്മൾ മനസ്സിലാക്കുന്നത്. മരണമെന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ ഗ്രന്ഥം അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്താണ്? റോമക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, മരണം പാപത്തിൻ്റെ ശമ്പളമാണ്.
മരണം പാപത്തിൻ്റെ ശമ്പളമാണ്. അതെങ്ങനെയാണ് മരണം പാപത്തിൻ്റെ ശമ്പളമായി തീരുന്നത്? അത് റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. മരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ മൂലം പാപം ലോകത്തിലേക്ക് കടന്നു വന്നു, അവൻ മൂലം മരണവും കടന്നു വന്നു, മരണം കടന്നു വന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: നന്മ തിന്മകളുടെ അറിവിൻ്റെ ഫലത്തിൽ നിന്ന് നീ ഭക്ഷിക്കരുത്, നീ അത് ഭക്ഷിക്കുന്ന ദിവസം മരിക്കും. ഭക്ഷിക്കുന്ന ദിവസം. അപ്പോൾ അനുസരണക്കേടിൻ്റെ ഫലമാണ് മരണം എന്ന് പറയുക. അനുസരണക്കേടിൻ്റെ ഫലമാണ്. ദൈവം സൃഷ്ടിച്ചതല്ല അത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-24 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കും. അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. 24-ാമത്തെ വാക്യത്തിൽ കൃത്യമായി പറയുന്നു, എന്നാൽ പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിലേക്ക് കടന്നു വന്നു. അപ്പം നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ വചനം പറയുന്ന കാര്യങ്ങൾ ഇതാണ്. മരണമെന്ന് പറഞ്ഞാൽ അത് പാപത്തിൻ്റെ ശമ്പളമാണ്. പക്ഷേ അതിൽ തന്നെ അവസാനിക്കുന്നില്ല. വിശുദ്ധ അംബ്രോസ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന, അംബ്രോസ് പുണ്യാളം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മരണമെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ വലിയ കൃപ സ്വീകരിക്കാനുള്ള ഒരു വാതിൽ തുറക്കലാണ്. ദൈവത്തിൻ്റെ വലിയ കൃപ സ്വീകരിക്കാനുള്ള വാതിൽ തുറക്കൽ. നമുക്കിതൊക്കെ അറിയാം. മരണത്തെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകളുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചയുണ്ട്, മരണത്തെക്കുറിച്ചുള്ള കാഴ്ച. എൻ്റെ ചെറുപ്പത്തിലാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് രാജപ്പൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. ഈ ചേട്ടൻ്റെ മക്കളൊക്കെ ഞങ്ങളുടെ കൂടെ സ്കൂളിൽ പഠിക്കുകയാണ്. ഇളയ മകൻ എൻ്റെ കൂടെ എൻ്റെ ജൂനിയറാണ്. എൻ്റെ കളിക്കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇങ്ങനെ കളിച്ച് നടക്കുന്ന പ്രകൃതമൊന്നുമല്ല. കാരണം അവന് വീട്ടിൽ നിന്ന് വിടില്ല. ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ കളിക്കും, അത്രയേ ഉള്ളൂ. ഈ രാജപ്പൻ ചേട്ടൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൂടി പട്ടി പോലും പോകില്ലെന്നാണ് പറയണേ. എന്ന് പറഞ്ഞാൽ അത്രയും ഭയാനകമാണ് ഈ മനുഷ്യനെ കുറിച്ചുള്ള ചിത്രം. എന്നും ബഹളമാണ്. കുടിച്ചു വന്നിട്ട് അയാളൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ. കുടിച്ചു വന്ന ബഹളം. ഈ ഭാര്യയെ പിടിച്ച് തല്ലും. ഒരു ദിവസം ഡോറിൻ്റെ ഇടയിൽ വെച്ച് ഭാര്യയുടെ കൈ ഇങ്ങനെ വലിച്ചടച്ചിട്ട് വിരലിങ്ങനെ അറ്റ് തൂങ്ങിക്കിടന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വല്ലാതെ വിഷമിച്ച് ഈ സ്ത്രീയെ കണ്ടപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തു പറ്റി അമ്മണി, എന്താണ്? ഒന്നും മിണ്ടിയില്ല. ഈ അമ്മണി ചേച്ചി ഒന്നും മിണ്ടിയിട്ടില്ല. അമ്മണി ചേച്ചി ഇങ്ങനെ മിണ്ടാതെ നിന്ന്, ഒരു സങ്കടവും ആരോടും പറയില്ല ഈ അമ്മണി ചേച്ചി. അമ്മണി ചേച്ചി ആരോടും ഒന്നും സങ്കടം പറയാതെ ഇങ്ങനെ കടന്നുപോയി. ഞങ്ങൾ കളിക്കൂട്ടുകാരായ ഇവരോടൊക്കെ ചോദിക്കും, അവരൊന്നും പറയാറില്ല വീട്ടിലെ വിശേഷം. ഒരു ദിവസം ജോലിക്ക് പോയതാണ് രാജപ്പൻ ചേട്ടൻ. പിന്നെ വരുന്നത് ആംബുലൻസിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ ഈ മനുഷ്യൻ മരിച്ചതിൽ സന്തോഷിച്ചു. ഒരുപാട് സന്തോഷം തോന്നി എനിക്ക്. കാരണം ഇനി ആ വീട്ടിൽ ബഹളമൊന്നും ഉണ്ടാവില്ലല്ലോ, എനിക്ക് അവിടെ സ്വതന്ത്രമായിട്ട് അവനെ കൂടി കളിക്കാമല്ലോ. എൻ്റെ ഒരു പൊട്ട ചിന്താഗതി, കൊച്ചല്ലേ. ആ സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു. ഞാനിങ്ങനെ ബോഡി കൊണ്ടുവന്ന് കിടത്തുന്ന സമയത്ത് ഈ എൻ്റെ കളിക്കൂട്ടുകാരൻ രമേശും മറ്റുള്ളവരും എല്ലാം വാവിട്ട് കരയുക. ഈ ബോഡിയിൽ അവൻ കിടന്ന് കാണിച്ചു കൂട്ടണ കണ്ടപ്പോൾ ഇത്രയും പ്രിയപ്പെട്ടവനായിരുന്നോ ഇവൻ്റെ അപ്പൻ എന്ന് എനിക്ക് ചിന്ത തോന്നി. നോക്കണ സമയം ഞാൻ അപ്പം തന്നെ വീട്ടിലേക്ക് ഓടിയിട്ട് ഞാൻ വീട്ടിലിങ്ങനെ മൂടിപ്പതിച്ച് ഇങ്ങനെ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് അമ്മ ചോദിച്ചു, എന്ത് പറ്റി, പേടിച്ചോ മോനെ? ഇല്ല, അവർ കരയണ കണ്ടില്ലേ? രമേശ് എന്തിനാ കരയണേ? അവൻ അപ്പൻ നഷ്ടപ്പെട്ടില്ലേ? അമ്മ പറഞ്ഞു, അവന് വിഷമം ഉണ്ടാവും. അപ്പം അപ്പൻ ഒരുപാട് തല്ലിയിട്ടില്ലേ അവനെ? തല്ലിയാലും അത് സ്നേഹം കൊണ്ട് തല്ലുന്നതല്ലേ? എനിക്ക് മനസ്സിലായില്ല അന്ന് പറഞ്ഞതൊന്നും. പക്ഷേ അന്ന് ആ ബോഡി ചിതയിലേക്ക് എടുക്കുന്നതിന് മുൻപ് ആളുകളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നിന്ന് വർത്തമാനം പറയുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് ഭാഗ്യമുള്ള മരണം! എന്താ കാര്യം എന്നറിയോ? റിട്ടയർഡ് ആവാനായിട്ട് കുറച്ച് നാളുകളുള്ളപ്പോഴാണ് ഈ മനുഷ്യൻ മരിച്ചത്. പിന്നെ ഇയാളുടെ ജോലി മകന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. അതുകൊണ്ട് ആളുകളൊക്കെ പങ്കുവെച്ചത് അങ്ങനെയാണ്. എത്ര ഭാഗ്യമുള്ള മരണം! നമ്മൾ നമ്മുടെ മരണത്തിനെ കുറിച്ചുള്ള ചിത്രങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഭൗതികപരമായ സമ്പത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭാഗ്യപ്പെട്ട മരണമെന്ന് നമ്മൾ പറയുക. ഭാഗ്യപ്പെട്ട മരണം. എന്നെ ഒരു ചെറുപ്പക്കാരൻ വിളിക്കുകയാണ്. ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇന്ന് എനിക്കൊന്ന് അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, 5 മണിക്ക്
5:30 ഇന്ന് വൈകിട്ടത്തെ. അന്ന് ഞാൻ ആലുവയിൽ സെമിനാരിയിലാണ്. അപ്പോൾ 5:30 നീ എത്തുക, നന്നായിരിക്കും. അവൻ പറഞ്ഞു എനിക്ക് കുറച്ചും കൂടി സമയം തരണം, ഞാൻ ഇവിടെ നിന്ന് വണ്ടി ഓടിച്ചെത്തണ്ടേ, എനിക്ക് 6 മണിയാവുമ്പോൾ വരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു 6 മണിക്ക് വരെയാ, 7 മണിക്ക് ഞങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്, അതിനു മുമ്പ് നീ വന്ന് കണ്ടുപോകുക. അവൻ എന്നെ രാവിലെ 7:30 ആയപ്പോഴാണ് വിളിച്ചത്. 8:30 ആയപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരിക. ഇതാരാണ്? അപ്പം ഞാൻ പറഞ്ഞു അച്ഛനാണ്, പ്രിൻസ് അച്ഛനാണ്. അപ്പോൾ ഉടനെ അവർ പറഞ്ഞു, അച്ഛനെ വിളിച്ച ഈ പയ്യൻ ഇപ്പോൾ ആക്സിഡൻറ്റിൽ മരിച്ചു, BOT പാലത്തിലുണ്ടായ ആക്സിഡൻറ്റിൽ. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നമ്മളോടാണ് അവസാനം സംസാരിച്ച് അച്ഛനെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞ് പോയ പയ്യൻ. അവനെക്കുറിച്ച് ആളുകളൊക്കെ പറഞ്ഞത് എന്താണെന്നറിയോ? എന്തു ദാരുണമായ മരണം. പക്ഷെ ആ ചെറുപ്പക്കാരനെ കുറിച്ചുള്ള ഒരു ദീപ്തമായ ഒരു സ്മരണ എൻ്റെ മനസ്സിലുണ്ട്. അവനെക്കുറിച്ച് അവനെ കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, അവനെ നേരിട്ട് ജീവനോടെ കണ്ടിട്ടില്ല. അവനെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു കേട്ട കാര്യം, അവൻ അവിടെയുള്ള ചെറുപ്പക്കാരെയെല്ലാം വിളിച്ചു ചേർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, കപ്പേള പുതുക്കി പണിതു എന്നൊക്കെ ഇവനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ്റെ മരണം. അവൻ്റെ കുടുംബത്തിന് താങ്ങായിരുന്നു, തണലായിരുന്നു. അവൻ മരിച്ചു. മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ വേറൊരു കാഴ്ചപ്പാടാണ്. അവൻ ചെയ്ത നന്മകളൊന്നും നമ്മൾ ഓർക്കാതിരിക്കില്ല. പക്ഷെ അത് ദാരുണമായ മരണം. രമച്ചി രൂപക്കൂടിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പോണ സമയത്ത് അമ്മച്ചി പറയുകയാണ്, 80 വയസ്സുള്ള അമ്മച്ചി പറയുകയാണ്, പോണ വഴിക്ക് ഞാൻ അങ്ങോട്ട് ഉരുണ്ട് വീണ് ചത്താ മതി, പോണ വഴിക്ക് ഉരുണ്ട് വീണ് ചത്താ മതി. മരുമകളുടെ കയ്യിൽ നിന്ന് അല്പം വെള്ളം മേടിച്ച് കുടിച്ചിട്ട് മരിക്കാനായിട്ട് കർത്താവെ ഇടവരുത്തട്ടെ എന്ന് ഇടവരുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പോകുന്ന ഈ അമ്മച്ചിയുടെ കാഴ്ചപ്പാട്, മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മരണത്തെ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരസുഖം ഉണ്ടാവരുത് പെട്ടെന്ന്. ഇപ്പോൾ ഞാനായാൽ പോലും കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കണേ എന്നൊക്കെ പറയുന്ന അവരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല കേട്ടോ, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, നടന്നു പോകുമ്പോഴോ, പള്ളിയിൽ പോയി മടങ്ങി വരുമ്പോഴോ ഒക്കെ ഉരുണ്ട് വീണ് മരിക്കുന്നത് മരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പണ്ട് ഇങ്ങനത്തെ മരണമൊന്നും ഉണ്ടായിരുന്നില്ല. കിടന്നുള്ള ഒരു മരണം ഉണ്ടായിരുന്നു, കിടന്നുള്ള ഒരു മരണം, രോഗിയായിട്ടുള്ള ഒരു മരണം. പ്രിയമുള്ളവരെ, അതൊരു കൃപയാണ്, അതൊരു അനുഗ്രഹമാണ്. കുര്യാക്കോസ് അച്ഛൻ കുർബാന ചെല്ലാനായിട്ട് അൾത്താരയിൽ കയറുന്ന സമയത്ത്, ഉടുപ്പ് ധരിക്കുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ്റെ ഈ കഴുത്തിൻ്റെ ഇവിടെ ഇതെന്താണ് ഇങ്ങനെ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്താ നീണ്ട താടിയുണ്ട് അച്ഛന്. പറഞ്ഞു, എന്താ ഇത്? പറഞ്ഞു, അച്ഛൻ ഒന്ന് തൊട്ട് നോക്കി. അപ്പോൾ അച്ഛൻ താടിയുടെ ഇടയിലൂടെ ഇങ്ങനെ പറഞ്ഞു, ഇത് നീ എങ്ങനെ കണ്ടുപിടിച്ചിട്ട്? ഒരു മുഴയാണ്. പറഞ്ഞു, അച്ഛൻ ഇതിങ്ങനെ കാണുന്നുണ്ടല്ലോ. അച്ഛൻ കുർബാന കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ കോൺവെന്റിൽ പോയ സമയത്ത് സിസ്റ്റേഴ്സിനോട് ഇതിൻ്റെ കാര്യം പറയുമ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു, അച്ഛൻ എത്രയും വേഗം ആശുപത്രി കാണിക്കുക. എറണാകുളത്ത് ലിസി ആശുപത്രിയിൽ വന്ന് അദ്ദേഹം അത് കാണിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം. അച്ഛൻ ഇത് കാണിച്ചു. അച്ഛൻ്റെ എല്ലാവരും ഒരു കൺഫർമേഷനിലെത്തി, അച്ഛന് ക്യാൻസറാണ്. അത് അച്ഛനെ ലങ്സിൽ നിന്ന് ബാധിച്ച് അച്ഛൻ്റെ ശരീരത്തിലേക്ക് അത് ബാധിച്ചു. ഇനി 2-3 മാസമേ അച്ഛൻ ജീവിച്ചിരിക്കുള്ളൂ. അച്ഛനെ കാണാൻ ചെല്ലുമ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊരു കൃപയാണ്, ഇതൊരു അനുഗ്രഹം. പെട്ടെന്ന് ഞാൻ ഉരുണ്ട് വീണവല്ല, അറ്റാക്കം വന്ന് ചത്തില്ലല്ലോ അച്ഛൻ. അങ്ങനെ ചാകുകയാണെങ്കിൽ ഒന്ന് കുമ്പസാരിക്കാൻ പോലും അവസരം കിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ 3 മാസം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എനിക്ക് പൊറുക്കേണ്ടവരോടൊക്കെ പൊറുക്കാം, ക്ഷമിക്കേണ്ടവരോടൊക്കെ ക്ഷമിക്കാം, ക്ഷമ ചോദിക്കേണ്ടവരോടൊക്കെ ക്ഷമ ചോദിക്കാം. അങ്ങനെ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയുള്ള ഒരു മരണം, അതിനുവേണ്ടി ദൈവം ഒരുക്കിയ സന്ദർഭമാണ് ഇതെന്ന് ഈ അച്ഛൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, അപ്പൊ രോഗം എന്ന് പറയുന്നത്, കിടപ്പ് രോഗം എന്ന് പറയുന്നത്, അത് ഒരു പ്രത്യേകിച്ച് ദൈവം നൽകുന്ന ഒരു കൃപയല്ലേ, അനുഗ്രഹമല്ലേ? അതുകൊണ്ട് രോഗത്തെയും ഈ കിടപ്പ് രോഗത്തെയും നമ്മളെന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അത് മരണത്തിലേക്കുള്ള ഒരു ഒരുക്കത്തിനുള്ള ഒരു പടിയായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ, ദൈവം നൽകിയ ഒരവസരം അനുദപിക്കാനും കുമ്പസാരിക്കാനും കുദാശകൾ സ്വീകരിക്കാനും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആത്മാവിനെ സമർപ്പിക്കാനുള്ളൊരവസരമായി മരണത്തെ കണ്ടാൽ അത് അനുഗ്രഹമായിട്ട് തീരും. അപ്പോൾ മരണത്തെക്കുറിച്ച് ഞാൻ പൊതുവേ പറഞ്ഞതാ. മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കും, നമ്മളെല്ലാവരും മരിക്കും.
എല്ലാവരും അയ്യോ എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറയാനെന്ന്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ്? കാഴ്ചപ്പാടുകൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളെക്കുറിച്ച് മറ്റുള്ളവരെന്താ ചിന്തിക്കുന്നത്? മരിച്ചു എന്ന് നമ്മൾ മരിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പള്ളിയിൽ അറിയിക്കും. എപ്പോഴാണാവോ ഈ ആളെ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കണതെന്ന് ചിന്തിക്കും. എപ്പോഴാണാവോ? ഇനി പിന്നെ വെച്ചോണ്ടിരിക്കാനൊന്നും പറ്റില്ല, വെച്ചോണ്ടൊന്നിരിക്കാൻ പറ്റില്ല. എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഞാനൊരു പള്ളിയിൽ ചെന്ന സമയത്ത് വികാരിച്ചൻ പറഞ്ഞു, അച്ഛ എനിക്ക് നല്ല പനിയുണ്ട്, അച്ഛനൊന്ന് ഈ ശവസംസ്കാര ശുശ്രൂഷയ്ക്കൊന്ന് പോകാമോ? അങ്ങനെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഞാൻ ചെന്നു. എന്നെ പരിചയമില്ല, ആർക്കും പരിചയമില്ല, എനിക്ക് അവരെയും പരിചയമില്ല. ഞാൻ അവിടെ ചെല്ലുന്നതിന് മുൻപ് ഏതെങ്കിലും 2 വാക്ക് പറയണമല്ലോ, ആ മരിച്ചുപോയ അപ്പച്ചനെ കുറിച്ചൊന്ന് പറയണമല്ലോ എന്നോർത്ത് ഞാൻ ഇങ്ങനെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ വന്നവരോട് ചോദിച്ചു, എങ്ങനെയാ മരിച്ച അപ്പൻ? അപ്പം മരിച്ചത്, അപ്പൻ കിടപ്പ് രോഗിയായിരുന്നു. കുറച്ചു നാളിങ്ങനെ കിടന്നു, മക്കളൊക്കെ ഇങ്ങനെ മാറിയൊക്കെ നോക്കി, അവസാനം ഇങ്ങനെ മരിച്ചു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ കാണുന്ന സാധാരണയുള്ളൊരു സീനാണിത്. അപ്പൻ്റെ ബോഡി ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്, അപ്പുറം ഇപ്പുറമൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഒരു ചേച്ചി അപ്പൻ്റെ ശരീരത്തിലേക്ക് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. കരയെന്ന് പറഞ്ഞാൽ ഉറങ്ങുകയാണെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ വരുന്നു എന്ന് കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ സാധാരണ എഴുന്നേൽക്കുന്ന പോലെ പൊടിയും തട്ടിയൊക്കെ എഴുന്നേറ്റു. ഈ ചേച്ചി ഇങ്ങനെ എന്നെ നോക്കിയിട്ട് എന്താണോ, ഞാൻ കരയാനായിട്ട് ഓർഡറൊന്നും കൊടുത്തിട്ടില്ല ഈ ചേച്ചിക്ക്, ഒരു ഓർഡറും കൊടുത്തില്ല. ചേച്ചി ഭയങ്കര കരച്ചില്ല, വാവിട്ട് കരയുക. എൻ്റെ അപ്പാ അപ്പനെ കൊണ്ടുപോകാൻ വന്നേക്കണം അച്ഛൻ. ഞാനെന്തോ എനിക്ക് തോന്നി ഞാൻ വേറെ ആളാണെന്നാണ് തോന്നി. ഞാൻ ഇവിടെ വെച്ച് ആൾക്കാരെ വെച്ച് പറയണില്ല. ഈ ചേച്ചി ഇങ്ങനെ വലിയ ആയി കരയുക. പിന്നെ ഈ ചേച്ചിയുടെ വേഷം കെട്ട അവരുടെ സങ്കട പ്രകടനമായിരിക്കട്ടോ. ഈ മുടിയൊക്കെ കഴിച്ചിട്ട് ഈ ചേച്ചി പറഞ്ഞു, എൻ്റെ അപ്പനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കേല എന്നും പറഞ്ഞുകൊണ്ടിരും. അപ്പം ഞാൻ ഊറാലേക്ക് എടുത്തിട്ടും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങിയ സമയത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും എന്നൊക്കെ പറയണമല്ലോ, അത് പറയാനായിട്ട് ഞാനിങ്ങനെ ഒരുങ്ങിയ സമയത്ത് ഈ ചേച്ചി സമ്മതിക്കണില്ല. അപ്പൻ്റെ ബോഡി കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഇവര് ഭയങ്കര ശബ്ദം, എല്ലാവരും പറഞ്ഞു മിണ്ടാതിരിക്കുക, ശബ്ദം എടുക്കല്ലേ, പ്രാർത്ഥനയല്ലേ, ഇതിൽ പങ്കുചേര് എന്ന് പറഞ്ഞപ്പോഴും ഈ ചേച്ചി ഇങ്ങനെ ഒച്ചെടുത്തോണ്ടിരിക്കുക. ഞാൻ ഓർത്ത് എന്തിനിങ്ങനെ കരയണേ? അപ്പം പ്രായമായിട്ട് മരിച്ചതാ. വേണ്ട രീതിയിലൊക്കെ ഇവരൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പനെ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്നോർത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അപ്പം മരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് അങ്ങനെ ആൾക്കാർ എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പം മരിക്കാത്തതിൻ്റെ കാരണം എന്താണ്? നമ്മളെക്കുറിച്ചൊക്കെ ഇങ്ങനെയാട്ടോ. പ്രായം ചെന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഭയങ്കര ആകുലത. അവരിങ്ങനെ ചെന്നിട്ട് പറയാം, അപ്പം മരിക്കണില്ല. നമ്മളെക്കുറിച്ച് പറയണേ. സ്വന്തമായിട്ട് നമ്മൾ പൊന്നുപോലെ വളർത്തിയ മക്കളായിരിക്കാം നമ്മളെക്കുറിച്ച് പറയുന്നത്. അപ്പം മരിക്കണില്ല. അച്ഛൻ വന്നൊന്ന് പ്രാർത്ഥിച്ച്, അച്ഛൻ്റെ ജോലി അതാ. അച്ഛൻ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചില അച്ഛന്മാർ കയറി കഴിഞ്ഞാൽ മരണം സംഭവിക്കുമെന്നാണ് പറയണേ. അപ്പോൾ അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു കൃപയും കിട്ടിയിട്ടില്ല. ഏതായാലും കുറച്ചു നാൾ കൂടി ജീവിക്കണ ഒരവസ്ഥയെ. അതുകൊണ്ട് വല്യമ്മമാർക്കൊക്കെ അപ്പൂപ്പന്മാർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഞാൻ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ജീവിച്ചു പോകും. ഇപ്പം ഏതായാലും ഈ സ്ത്രീ എന്തിനിങ്ങനെ കരയണേ, പെട്ടെന്ന് ഇങ്ങനെ കരയണേ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ചേച്ചി മിണ്ടാതിരിക്കുക, ഞാനൊന്ന് ആശീർവദിക്കട്ടെ, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ചേച്ചി പിന്നെ പറ്റില്ല, ഞാൻ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഞാൻ ഉടനെ എന്നെ എന്തെന്നറിയോ, ഞാൻ ഉടുപ്പൊക്കെ അങ്ങോട്ട് ഊരി, ഞാൻ ഇതൊക്കെ എടുത്ത് ഊരി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി സൗകര്യം പോലെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, ചേച്ചി കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറയണേ, സൗകര്യം പോലെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ശാന്തമായി. ഞാനിത് ഊരി, ഇത് ആദ്യം സർപ്ലീസ് ഊരിയില്ല, ഉറാലെടുത്ത് ഊരി മടക്കി. അപ്പോൾ തന്നെ ചേച്ചിയുടെ കരച്ചിൽ നിന്നു. ഇനി അവിടെ വെച്ചോണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. ചേച്ചി ഒറ്റയ്ക്ക് എത്ര നേരം എന്നും പറഞ്ഞിരിക്കും. ആര് കൊണ്ടുപോകും? ചേച്ചി ശാന്ത. ഇത്രയല്ലോ. ലോകത്തെ അതുകൊണ്ട് അധികം ഒന്നിങ്ങനെ സ്നേഹിക്കാനെന്നിട്ട് പോകണ്ട. ഇവരൊക്കെ കൂടെ ഉണ്ടാകും. കരം പിടിച്ച് നടക്കുന്നവരൊക്കെ എല്ലാവരും കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ സെമിനാരിയിൽ ഒരച്ഛൻ മരിച്ച സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി കിടന്നുറങ്ങിയത് ഒരു മുറിയില്ല. അച്ഛൻ മരിച്ചിട്ട് ഒരു മുറിയിലെ കിടന്നുറങ്ങണേ. അന്ന് ഞങ്ങൾ സെമിനാരി പഠിക്കണ സമയമാണ്. അച്ഛൻ ഞങ്ങളെല്ലാവരും കുമ്പസാരിപ്പിക്കുകയും കുദാശകൾ പരികർമ്മയും ചെയ്ത അച്ഛനാണ്. പക്ഷെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പേടിയാണ്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു മുറിയിൽ കിടന്നുറങ്ങിയത് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഇത് തന്നെ നമ്മുടെ അവസ്ഥ. മരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും പേടിയാണ്. ഇപ്പോഴൊക്കെയാണ് സെമിത്തേരിയൊക്കെ
ഒരു നോ പ്രോബ്ലം എന്നുള്ള രീതിയിൽ നമ്മൾ സെമിത്തേരിയൊക്കെ എന്ത് മനോഹരമായിട്ട് അലങ്കരിക്കുന്നത്. കാരണം നമുക്ക് നിത്യതയെക്കുറിച്ചുള്ള ഒരു സങ്കല്പമുള്ളത് കൊണ്ടാണ്, നിത്യതയെക്കുറിച്ച് മനോഹരമായ ഒരു സങ്കല്പമുള്ളത് കൊണ്ടാണ് വളരെ മനോഹരമായ പൂക്കളും തിരികളും കൊണ്ടൊക്കെ നമ്മൾ ഈ കുഴിമാടങ്ങളൊക്കെ അലങ്കരിക്കുന്നത്. നിത്യത, ദൈവം ഈ നിത്യത ഒരുക്കിയിട്ടുണ്ട്. കർത്താവ് അവസാന ദിവസം ഉയർപ്പിക്കും എന്നുള്ളൊരു പ്രത്യാശയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിലുള്ളവർ ഇവർക്ക് വേണ്ടിയൊക്കെ ഞാൻ ജീവിക്കുന്നു, ഇവർക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചു, അങ്ങനെ പറയേണ്ട. നീ നിന്റെ ആത്മാവിന് വേണ്ടി അധ്വാനിച്ചു. കളപ്പുരകളിൽ വിളവുകൾ ശേഖരിക്കുന്നവർ ഓർക്കുക, ആത്മാവിന് വേണ്ടിയുള്ള നിക്ഷേപം എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടോ നമ്മൾ? ആത്മാവിന് വേണ്ടിയുള്ള നിക്ഷേപം, അങ്ങനെ ഒരു നിക്ഷേപം നമ്മൾ കരുതി വെച്ച നമ്മുടെ ജീവിതത്തിൽ മരണം അനുഗ്രഹപ്രദമായിട്ട് തീരും. അനുഗ്രഹപ്രദമായിട്ട് തീരും. എന്താണ് നല്ല മരണം എന്ന് പറയുന്നത്? എന്താണ് നല്ല മരണം? അതിനെക്കുറിച്ച് വചനം പറയുന്നത് എന്താണ്? വെളിപാടിന്റെ പുസ്തകം 14-ാം അധ്യായം 13-ാം തിരുവചനം പറയുന്നു, കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ അനുഗ്രഹീതരാണ്. കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ അനുഗ്രഹീതരാണ്. തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ വീണ്ടും പറയുന്നു, കർത്താവിൽ മരിച്ചവർ ആദ്യം ഉയർക്കും. കർത്താവിലുള്ള മരണമാണ് നല്ല മരണം എന്ന് പറയുക. നമ്മൾ എഴുതി വെക്കാറുണ്ട്, നമ്മൾ പത്രങ്ങളിൽ കൊടുക്കാറുണ്ട്, കർത്താവിൽ നിദ്ര പ്രാപിച്ചു, കർത്താവിൽ നിദ്ര പ്രാപിച്ചു. എന്താണ് ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ഔസേപ്പിതാവിന്റെ ജീവിതവും മരണവും ഒക്കെ എന്തുകൊണ്ട് ഇതുപോലെ അനുഗ്രഹപ്രദമായി നമ്മൾ കാണുന്നു? ഔസേപ്പിതാവ് എങ്ങനെ നൽമരണത്തിന്റെ മധ്യസ്ഥനായി മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവിലുള്ള നിദ്ര. എന്താണ് കർത്താവിലുള്ള നിദ്ര എന്ന് പറയുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ മരണമെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത്, എല്ലാ ക്രൈസ്തവരുടെയും മരണം രൂപപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ മരണത്തിലാണ്. ക്രിസ്തു എങ്ങനെ മരിച്ചു അതുപോലെ മരിക്കാനായിട്ട് വിളിക്കപ്പെട്ടവൻ, അതുപോലെ മരിക്കാനായിട്ട് വിളിക്കപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ കുരിശിൽ തറക്കപ്പെടണമെന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് കുരിശിൽ കിടന്ന ദൈവത്തിന്റെ കരങ്ങളിൽ തന്നെ തന്നെ സമർപ്പിച്ചതുപോലെ സമർപ്പിക്കണം. അപ്പോൾ ക്രിസ്തുവിന്റെ മരണത്തിന്റെ ചില പ്രത്യേകതകൾ നമ്മൾ ധ്യാനിക്കാം. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പിതാവിലുള്ള മരണമാണ്. പിതാവിലുള്ള മരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഔസേപ്പിതാവിനെ എന്തുകൊണ്ട് നല്ല മരണത്തിന്റെ മധ്യസ്ഥനായി നമുക്ക് കാണാനായിട്ട്, എങ്ങനെ നമുക്കത് കാണാൻ സാധിക്കും? പിതാവിലുള്ള മരണം. എങ്ങനെയാണ് പിതാവിലുള്ള മരണം എന്ന് പറയുന്നത്? ഈശോ തൻ്റെ കരങ്ങൾ, കുരിശിൽ കിടന്ന പിടയുന്ന ഈശോ തൻ്റെ കരങ്ങളെ, തൻ്റെ ആത്മാവിനെ, തൻ്റെ മനസ്സിനെ, തൻ്റെ ശരീരത്തെ, തൻ്റെ ആത്മാവിനെ, തൻ്റെ നിയോഗത്തെ എല്ലാം പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു. എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ മരിച്ചു. അപ്പൊ പിതാവിന്റെ കരങ്ങളിലുള്ള സമർപ്പണമാണ് മരണം, നല്ല മരണം എന്ന് പറയും. ഈശോ പഠിപ്പിച്ച ഈശോയുടെ മരണത്തിന്റെ ഒരു പ്രത്യേകതയാണ് പിതാവിന്റെ കരങ്ങളിലുള്ള സമർപ്പണം. പിതാവിന്റെ കരങ്ങളിലുള്ള ഔസേപ്പിതാവിന്റെ മരണം നല്ല മരണമായിട്ട് മാറുന്നത്, നൽമരണത്തിന്റെ മധ്യസ്ഥനായ ഔസേപ്പിതാവ് മാറുന്നത് എന്തുകൊണ്ടാണ്? ഔസേപ്പിതാവിന്റെ മരണം ഇങ്ങനെ തന്നെയാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നാണ് ഈശോ പറയുക. ആ ഈശോയുടെ കരങ്ങളിൽ കിടന്നുകൊണ്ടാണ് ഔസേപ്പിതാവ് മരിക്കുന്നത്. ഔസേപ്പിതാവ് മരിക്കുന്നത് ഈശോയുടെ കരങ്ങളിൽ കിടന്നുകൊണ്ട്, ആ കരങ്ങളിൽ കിടന്നുകൊണ്ട്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പൊ പിതാവിന്റെ കരങ്ങളിലാണ് ഈശോ തന്നെ തന്നെ സമർപ്പിച്ചത്. അതുപോലെ പിതാവിന്റെ കരങ്ങളിലാണ് ഔസേപ്പിതാവും സമർപ്പിച്ചത്. ഔസേപ്പിതാവിന്റെ മരണത്തിന്റെ ചിത്രം ഇങ്ങനെ മരിയ വാൾത്തോർത്തയുടെ ദർശനങ്ങളിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, ഔസേപ്പിതാവ് ഇങ്ങനെ മരിക്കാനായിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയം ഈശോ ഇങ്ങനെ ചിന്തേറിട്ടുകൊണ്ടിരിക്കുക. എന്തോ ഒരു മര ഉരുപ്പടി ഇങ്ങനെ ചിന്തേറിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ വന്നിട്ട്, മറിയം വന്നിട്ട് പറയുക, മോനെ അദ്ദേഹത്തിന് തീരെ വയ്യ. ഉടനെ തന്നെ ആ പണിയെല്ലാം അവിടെ മാറ്റിയിട്ട് ഏപ്രൺ അഴിച്ചു വെച്ച് മുഖമൊന്ന് തുടച്ച് വളരെ തിടുക്കത്തിൽ ഔസേപ്പിതാവിന്റെ അടുക്കലേക്ക് ഈശോ പോവുകയാണ്. ഔസേപ്പിതാവ് കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഒരു സമീപത്ത് നിൽക്കുന്നുണ്ട്. ഈശോ മറുവശത്ത് നിൽക്കുന്നു. ഔസേപ്പിതാവിന്റെ മിഴികളിൽ ഇങ്ങനെ
നോക്കിക്കൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി ഈശോ തൻ്റെ പിതാവിൻ്റെ അപ്പൻ്റെ ശിരസ്സെടുത്ത് മടിയിലേക്ക് വെക്കുകയാണ്. പരിശുദ്ധ അമ്മ അടുത്ത് തന്നെ ഒരു സ്റ്റൂളിട്ടിരിക്കുന്നുണ്ട്. ആ സ്റ്റൂളിട്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ നെറുകയിലെ ഔസേപ്പിതാവ് പതുക്കെ ഒന്ന് തൊട്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വളരെ ശാന്തമായി ഈശോയുടെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ഔസേപ്പിതാവ് മരിക്കുന്നു. ഈശോയുടെ കരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലുള്ള ഒരു മരണം. അതുകൊണ്ടാണ് വിശുദ്ധ ഔസേപ്പിതാവിനെ നൽമരണത്തിന്റെ മധ്യസ്ഥനായിട്ട് നമ്മൾ കാണുന്നത്. ഒരിക്കല് അച്ഛനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഒന്ന് വീടൊന്ന് വെഞ്ചരിക്കണം അച്ഛൻ. വീട് വെഞ്ചരിക്കാൻ അച്ഛൻ ചെന്നപ്പോൾ എല്ലാ മുറികളും വെഞ്ചരിച്ചു. ഒരു മുറിയിലേക്ക് കയറിയപ്പോഴേക്കും അവിടെ അപ്പൻ ഇങ്ങനെ ഇരിക്കണുണ്ട്. കട്ടിലിൽ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഇരിക്കുന്നു, മുന്നിലൊരു കസേരയുണ്ട്. അച്ഛൻ ചെന്നപ്പോഴേക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുന്നിലുള്ള ഈ കസേരയിലേക്ക് ഈ മനുഷ്യൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക, വേറൊന്നും മിണ്ടുന്നില്ല. അപ്പം അച്ഛൻ ഒന്നും സംസാരിച്ചില്ല, വെഞ്ചരിച്ച് മടങ്ങി പ്രാർത്ഥന മുറിയിലേക്ക് തിരികെ എത്തുമ്പോൾ വികാരി അച്ഛൻ മകനോട് ചോദിച്ചു, എന്താണ് അപ്പൻ എന്താണ് ഇങ്ങനെ ഈ കസേരയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? മുന്നിലൊരു കസേര ഇട്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, അച്ഛാ അത് ആ കസേരയിൽ ഈശോ ഉണ്ടെന്നാണ്, ഈശോ ഇരിപ്പുണ്ടെന്നാണ് അപ്പം പറയുന്നത്. ഈശോയെ നോക്കിക്കൊണ്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ ഈശോയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൻ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അറിയിപ്പ് വന്നു, അപ്പം മരിച്ചു. അച്ഛൻ ചോദിച്ചു, എങ്ങനെയാ അപ്പം മരിച്ചത്? ആ കസേരയിൽ ഇങ്ങനെ തല ചായ്ച്ച് അപ്പം മരിച്ചു. തല ചായ്ച്ച് ദൈവത്തെ ഉറ്റുനോക്കി. ദൈവത്തെ നോക്കി ജീവിക്കുന്നവര് ദൈവത്തെ ഉറ്റുനോക്കിക്കൊണ്ട് തന്നെ മരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഒരു കാഴ്ചപ്പാടിതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട വലിയൊരു ബോധ്യമാണ് ദൈവത്തെ ഉറ്റുനോക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം. ദൈവത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരു ജീവിതം. ദൈവത്തെ നോക്കിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിന് നമ്മൾ തയ്യാറാവണം. ദൈവം എപ്പോഴും എന്നെ കാണുന്നുണ്ട്, ആ കാണുന്ന ദൈവത്തെ ഞാനിതാ നോക്കുന്നു എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണം. ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് ഇത്തിരി വികൃതിയൊക്കെ, ഞങ്ങൾ ഇരട്ടകളാണ്. എൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും കൂടിയാണുള്ളത്. ഞങ്ങൾ ഇരട്ടകളാണ്, ഭയങ്കര വികൃതിയാണ്. ആ സമയത്ത് ഞങ്ങൾ ഒരു കുരുത്തക്കേട് ഒപ്പിച്ചു. ആ കുരുത്തക്കേട് എന്താണെന്ന് ഞാൻ പറയണില്ല. അങ്ങനെ കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് എന്നെ അടുത്ത വീട്ടിൽ ചേച്ചി വന്ന് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഒരു കുരുത്തക്കേട് ഒപ്പിച്ചെന്ന്. അമ്മ വിളിച്ച് നിർത്തിയിരിക്കുക. പെങ്ങളെ വിളിച്ച ആദ്യം അമ്മ ചോദ്യം ചോദിച്ചു, അതെനിക്കറിയില്ല. അവളെ വിളിച്ച് ചോദിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരേ മനസ്സോടുകൂടി ഒരേ കാര്യം നുണയാണെങ്കിലും ഇങ്ങനെ ഒരുമിച്ച് പറയുന്നത്. അന്നത് പാളിപ്പോയി. പെങ്ങളെ വിളിച്ചിട്ട് അമ്മ കാര്യമൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. അത് എനിക്കറിയില്ല. അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇത് ചെയ്തോ, സത്യമാണോ? ഞാൻ അവളെ നോക്കി, അവളൊന്നും മിണ്ടാതെ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞ് ഇവള് സമ്മതിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് അവളുടെ ഇടി കിട്ടേണ്ടി വരും. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതെ, നീ ഇത് ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, സത്യം പറ, നീ ഇത് ചെയ്തോ? നിന്നോടാ ചോദിച്ചത്, നീ ഇത് ചെയ്തോ? അമ്മ വടിയെടുത്തു. ഞാൻ നിന്നെ തല്ലും, അമ്മ എന്നെ തല്ലിയിട്ടില്ല. അപ്പോൾ അമ്മ തല്ലുമെന്ന് പറഞ്ഞ് വടിയെടുത്തു. അപ്പം ഞാൻ ഒന്നും മിണ്ടാതെ നിന്നു. സത്യം പറ, നീ ഇത് ചെയ്തോ? ഇങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കുക. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം പെങ്ങൾ എന്താ പറഞ്ഞേക്കണേന്ന് അറിയില്ലല്ലോ, നമ്മൾ വഞ്ചിക്കരുതല്ലോ. അതുകൊണ്ടാണ്. അപ്പോഴാണ് അമ്മ എന്നെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥനാ മുറിയിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രാർത്ഥനാ മുറിയിൽ കൊണ്ടുപോയി ഇങ്ങനെ നിർത്തിയിട്ട് അമ്മ പറഞ്ഞു, നീ ഈശോയുടെ രൂപത്തിലേക്കൊന്ന് നോക്കിക്കേ. അങ്ങനെ ഞാൻ നോക്കി. എന്നിട്ട് പറഞ്ഞു, തിരുഹൃദയത്തിൻ്റെ രൂപം. ഈശോ ഇപ്പം ആരെയെ നോക്കണേ? ഞാൻ പറഞ്ഞു, എന്നെയാ നോക്കണേ. ഉടനെ തന്നെ ആ മുറിയുടെ ഒരു മൂലയിലേക്ക് ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് ഈ അമ്മ ചോദിച്ചു, ഇപ്പം ഈശോ ആരെ നോക്കണേ? ഞാൻ പറഞ്ഞു, എന്നെ നോക്കണേ. അടുത്ത മൂലയിലേക്ക് മാറ്റി നിർത്തി, ഇപ്പോൾ ഈശോ ആരെ നോക്കണേ? എന്നെ നോക്കണേ. പിന്നെ അടുക്കളയുടെ വാതിലൊന്ന് പതുക്കെ തുറന്ന് അതിൻ്റെ വിടവിലൂടെ ഈശോയെ നോക്കാനായിട്ട് അമ്മ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, ഇപ്പം ഈശോ ആരെ നോക്കണേ? എന്നെ നോക്കണേ. അമ്മ പറഞ്ഞു, ഓർമ്മയുണ്ടായാൽ മതി, ഈശോ നിന്നെ എപ്പോഴും നോക്കണുണ്ട്. ഈശോ എപ്പോഴും നോക്കണുണ്ട്. നമുക്കുണ്ടാവേണ്ട ഒരു ചിന്ത ഇതാണ്, എപ്പോഴും എൻ്റെ ദൈവം എന്നെ ഉറ്റു നോക്കുന്നുണ്ട്.
ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഏത് സമയവും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ ദൈവം വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ആ സ്നേഹമുള്ള പിതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിൽ എന്താണ് നമുക്ക് പണി? അപ്പൊ അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലുള്ള സമർപ്പണമാണ് മരണം എന്ന് പറയുന്നത്. ഈശോയുടെ മരണം, ഈശോയുടെ മരണത്തിന്റെ വേറൊരു പ്രത്യേകതയാണ് ഈശോ പ്രാർത്ഥനയോടെ മരിച്ചു എന്ന് പറയാം. ഈശോ പ്രാർത്ഥനയോടെ മരിച്ചു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം, അതില് ഈശോ ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടാണ് മരിക്കുന്നത്: ദൈവമേ, ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? അതൊരു പ്രാർത്ഥനയാണ്. സങ്കീർത്തനം 22:1 ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഈശോ ഈ ലോകത്തോട് വിടവാങ്ങുന്നത്. എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നുള്ളത്. അത് ദൈവം ഉപേക്ഷിച്ചെന്നല്ല അർത്ഥം. ഈശോ സങ്കീർത്തനം ഒരുവട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചു. നിനക്കും പ്രാർത്ഥിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കുന്നുണ്ട്. ഔസേപ്പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് മരിയ വാൾത്തോർത്ത ഈ ചിത്രം തരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ഔസേപ്പിതാവിൻ്റെ അടുക്കലിരുന്ന് യേശു പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രാർത്ഥന: കർത്താവേ, അങ്ങയുടെ ദാസനെ അങ്ങ് ഓർമ്മിക്കണമേ. ഒരു സങ്കീർത്തനം ചൊല്ലിക്കൊടുത്തുകൊണ്ടാണ് ഔസേപ്പിതാവ് അത് ഏറ്റുചൊല്ലാൻ ശ്രമിക്കുന്നു. നിശബ്ദമായിട്ട് അത് ഏറ്റുചൊല്ലി മരണത്തിലേക്ക് ഔസേപ്പിതാവിനെ പറഞ്ഞു വിടുന്ന, പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ ഒരുക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഔസേപ്പിതാവ് പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചു. ഔസേപ്പിതാവ് പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചു. ഈശോ മരിച്ചതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ, ഈശോയേക്കാൾ മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടുള്ളൊരു മരണം. അത് ഈശോ പ്രാർത്ഥിച്ചതുപോലും ഈ ഔസേപ്പിതാവിനെ ഒരുക്കിയിട്ടുള്ള ഒരു ഓർമ്മയിൽ നിന്നാവാം എന്ന് നമുക്ക് അനുമാനിക്കാം. എന്തായിക്കൊള്ളട്ടെ, ഈ ഔസേപ്പിതാവ് പ്രാർത്ഥിച്ചുകൊണ്ട് മരിക്കുന്നു. നമുക്കും പ്രാർത്ഥനാപൂർവമുള്ള ഒരു മരണം ഉണ്ടാകണം. പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ ചെവിട്ടോർമ്മ ചെല്ലണ ഒരു രീതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ചൊല്ലിക്കൊടുത്തിട്ടുണ്ട്. അപ്പൂപ്പ ഈശോ ഓർക്കണണ്ട, ഈശോ ഓർക്കണണ്ട എന്ന് പറയും. മരിക്കാൻ കിടക്കണ അപ്പൂപ്പൻ്റെ അടുക്കൽ ചെന്നിരുന്ന് അമ്മച്ചിമാരൊക്കെ, അയൽവക്കക്കാരെല്ലാവരും, അതൊരു ചടങ്ങ് പോലെയാണ്. അവരൊക്കെ വന്നിരുന്നിട്ട് എല്ലാവരും വരും. ദൂരെയുള്ള മക്കളൊക്കെ വന്നിട്ട് എപ്പോഴാണ് വലിക്കാൻ തുടങ്ങിയത്? 2 ദിവസമായി വലിക്കണത്. അപ്പൻ്റെ അടുത്തിരുന്ന് അവരും പറയും, വചനം വായിക്കും. അപ്പ ഈശോയെ ഓർക്കണണ്ട. അപ്പനിടക്ക് ഒന്ന് മൂളും, ചിലപ്പോൾ മൂളിയില്ലെന്ന് വരും. എന്നാലും പറയും, അപ്പ കുലുക്കി ഉണർത്തിയിട്ട് ഈശോയെ ഓർക്കുന്നുണ്ടോ? ദൈവ വിചാരം ഉണ്ടാവാൻ. ആ വിചാരമാണ് നമ്മുടെ പ്രാർത്ഥന. ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യമാണ് നമ്മുടെ പ്രാർത്ഥന. ആ ബോധ്യത്തോടു കൂടിയുള്ള ഒരു മരണം, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മരണം. അപ്പോൾ പ്രാർത്ഥിച്ച് മരിക്കുക. യേശുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകതയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മരിച്ചു എന്നുള്ളത്. അത് തന്നെ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മരിച്ചതുപോലെ ഔസേപ്പിതാവും പ്രാർത്ഥിച്ചുകൊണ്ട് മരിക്കുന്നു. ഇനി മൂന്നാമത്തെ ഈശോയുടെ ഒരു പ്രത്യേകതയാണ് ക്ഷമിച്ചുകൊണ്ടുള്ള ഒരു മരണം. ക്ഷമിച്ചുകൊണ്ട്, എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട് മരിച്ചു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിഞ്ഞുകൂടി ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈശോ ഈ ലോകത്തോട് വിടവാങ്ങി. ഇത് ഔസേപ്പിതാവിനും ഉണ്ടായിട്ടുണ്ട്. ഔസേപ്പിതാവ് എല്ലാവരോടും ക്ഷമിച്ചൊരു വ്യക്തിയാണ്. ജീവിതത്തെ ഇതുപോലെ ദൈവം നടത്തിയ വഴികളോട് ഒക്കെ ഒരു പരാതിയും കൂടാതെ വളരെ നിശബ്ദമായിട്ടൊക്കെ അതൊക്കെ സഹിച്ച് ആ നിശബ്ദത ഒരു അലമുറയിടലും ഔസേപ്പിതാവ് നടത്തിയില്ല. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു, അത് കാരണമാണ്, അവൾ കാരണമാണ്, അങ്ങനെയാണ്, മറിയം കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത് എന്നൊന്നും ഔസേപ്പിതാവ് പറയുന്നതായിട്ട് വചനം രേഖപ്പെടുത്തുന്നില്ല. നിശബ്ദനായിട്ട് ഇതെല്ലാം സഹിക്കുന്ന ഔസേപ്പിതാവിനെ, ഇതെല്ലാം വിട്ടുകൊടുക്കുന്ന, ക്ഷമിക്കുന്ന ഔസേപ്പിതാവിനെ നമ്മൾ കാണുക. ഈശോ കുരിശിൽ ഇത് തന്നെയാണ്. ക്ഷമിക്കാൻ നമുക്ക് പറ്റണം. ഭർത്താവ് പറഞ്ഞു, നീ ഉണ്ടാക്കിയ ഭക്ഷണം എനിക്ക് വേണ്ട. പറഞ്ഞു, നിങ്ങൾ ഇത് കഴിക്കണ്ട, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണ്ട. അങ്ങനെ രണ്ടുപേരും തമ്മിൽ തർക്കമായി. ഭർത്താവ് മുകളിലത്തെ മുറിയിലേക്ക് കിടന്നുറങ്ങാൻ പോയി. രണ്ടുപേരും ഒരുമിച്ച് കിടന്നുറങ്ങുന്നതാണ്. അന്ന് ഭർത്താവ് മുറിയിൽ കയറി വാതിലടച്ചു, മുകളിലത്തെ മുറിയിൽ കയറി വാതിലടച്ചു. ഭാര്യയ്ക്ക് സങ്കടമുണ്ട്. പക്ഷേ ഭാര്യ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അയാൾ അവിടെ കിടന്നോട്ടെ. ഭാര്യയും ഭക്ഷണം കഴിക്കാനായിട്ട് പോയില്ല. അത് മേശപ്പുറത്ത് തണുത്തുറഞ്ഞങ്ങനെ ഇരുന്നു. പിറ്റേന്ന് എന്നും രാവിലെ നടക്കാൻ പോകാറുണ്ട് ഭർത്താവ്. 5 മണിക്ക് എഴുന്നേൽക്കുന്നതാണ്. ഭാര്യ എഴുന്നേൽക്കാറുണ്ട്. ആ സമയത്ത് ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കണതാണ്. കട്ടൻ ചായ ഉണ്ടാക്കണ ആ സമയമായപ്പോൾ
ഭാര്യ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്, ഭർത്താവ് എഴുന്നേറ്റിട്ടില്ല. ഓ, ഇന്ന് ചിലപ്പോൾ നടക്കാൻ പോകില്ലായിരിക്കും, അല്ലെങ്കിൽ ഇന്നലെ വഴക്കിട്ടതല്ലേ, വഴക്കിട്ട് മോളിൽ പോയി കിടന്നതല്ലേ, ഞാൻ താഴെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്നല്ലോ, ഇയാൾക്ക് എന്തിൻ്റെ കുഴപ്പമാണിത്? ഇനി എന്നോട് താഴെ വന്നാൽ എന്നോട് മാപ്പ് പറയട്ടെ. ചേച്ചി മുകളിലേക്ക് കയറിപ്പോയില്ല, കട്ടൻ ചായ ഉണ്ടാക്കി ഊതി ആറ്റി കുടിച്ച് ഒരു കട്ടൻ ചായ എന്നാലും ഭർത്താവിന് വേണ്ടി കരുതി വെക്കാൻ മറന്നുപോയില്ല. 6 മണിയായി, ഭർത്താവ് പുറത്ത് വന്നില്ല, അയാൾ വാശിയായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കണില്ല. 6:30 എന്നിട്ട് മനിൽ സ്റ്റെയർ കയറി പകുതി വരെയും ചെന്നു. അങ്ങനെ വിട്ടുകൊടുക്കണ്ട, ഇയാളൊന്ന് എന്നോട് മാപ്പ് പറയട്ടെ, ഞാനല്ലല്ലോ തെറ്റുകാരി, ഇയാളല്ലേ. അങ്ങനെ ഈ ഭാര്യ മടങ്ങി വന്നു. 7 മണിയായി, ഭർത്താവ് വാതിൽ തുറക്കണില്ല. അങ്ങനെ ഭാര്യ ചെല്ലുകയാണ്. 7 മണിയായപ്പോൾ ചൂട് ചായയുമായി ഭർത്താവിൻ്റെ മുറിയിൽ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ചെന്ന് മുട്ടുമ്പോൾ കിടന്ന കട്ടിലിൽ നിന്ന് താഴേക്ക് ഉരുണ്ടു വീണ് കിടക്കുന്ന ഭർത്താവ്. ചായയുടെ ഗ്ലാസ് താഴെ വീണ് ചിതറി. ഓടിച്ചെന്ന് നോക്കി, ഭർത്താവ് മരിച്ചിരിക്കുക. ഈ ചേച്ചി അന്ന് ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് കരഞ്ഞൊരു കരച്ചിലുണ്ട്. എന്നാലും എന്നോട് പറയാതെ പോയല്ലോ. എത്ര നാൾ ഈ ചേച്ചി ഈ മുറിവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എവിടെയെല്ലാം പ്രാർത്ഥിച്ചോണം, എത്ര കുമ്പസാരങ്ങൾ നടത്തേണ്ടി. അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യത്തെക്കുറിച്ച്, ഞാൻ കുമ്പസാരിച്ചാൽ തീരില്ല അച്ഛാ, ഈ പാവം ചേച്ചി പറയുക, ഞാൻ കുമ്പസാരിച്ചാൽ തീരില്ല, കാരണം ഞാൻ എൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കാതെ, ഞാൻ ഒരു ക്ഷമ പോലും പറയാതെ. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പ്രിയമുള്ളവരെ, ആരോടെങ്കിലുമൊക്കെ വെറുപ്പുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചിട്ട് വേണേ പോകാൻ. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ആരോടെങ്കിലുമൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ, അത് ജീവിത പങ്കാളിയാകാം, മക്കളാകാം, ആരുമായിക്കൊള്ളട്ടെ, അവരോടൊക്കെ ഹൃദയപൂർവ്വം ക്ഷമിച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ പോകും. അങ്ങനെയാണെങ്കിൽ അതൊരു അനുഗ്രഹമായിട്ട് മാറും. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ക്ഷമിക്കുക, ഹൃദയപൂർവ്വം. ക്ഷമിക്കില്ല എന്ന് പറയുന്നവരെ നമ്മൾ എത്ര പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചത്താലും, ഞാനൊരു പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് ചെന്ന സമയത്ത് അവിടുത്തെ വികാരിയച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഒന്ന് ഈ മോളെ ഒന്ന് നോക്കണേ. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ആ ചേച്ചിയുടെ ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ നീര് വന്നിങ്ങനെ വീർത്തിരിക്കണ്ട്. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? പറഞ്ഞു, ഭർത്താവ് ചവിട്ടിയതാണ്, വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, ഭർത്താവ് എന്തിനാ ചവിട്ടി? അപ്പോൾ ഇവൾ വിശേഷം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവൾക്ക് ചവിട്ടല്ല കൊള്ളേണ്ടത്, ഇതിനേക്കാൾ അപ്പുറത്ത് കൊള്ളേണ്ടതാണ്. പക്ഷെ ഇവളുടെ വായിലിരിക്കുന്ന കാര്യം കൊണ്ട് തന്നെ കിട്ടിയതാണ്. അപ്പോൾ ഏതായാലും ചവിട്ടി, അച്ഛാ എനിക്ക് വീട്ടിൽ തിരികെ കയറണം, എന്നെ വീട്ടിൽ കയറ്റൂലെന്നാണ് അമ്മ പറയണത്. അപ്പോൾ അപ്പനില്ലാതെ എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നതാണ് അമ്മ. അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ് മകനോട്. അതുകൊണ്ട് ആ സ്നേഹം എനിക്ക് സഹിക്കാൻ പറ്റണില്ല അച്ഛൻ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ട് അച്ഛനൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ വീട്ടിൽ കയറ്റി തരാമോ? എന്നെ വീട്ടിൽ കയറ്റാനായിട്ട് ഞാനിങ്ങനെ കുടുംബ യൂണിറ്റ് അംഗങ്ങളുമായിട്ട് ഞാനിങ്ങനെ അവിടെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് ഇവർ ആ ഇടവകയിൽ പ്രാർത്ഥനയൊക്കെ നടത്തുന്ന ഒരു സ്ത്രീയാണ്, എനിക്കറിയാം. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവർ സ്വീകരിച്ചു. അപ്പോൾ ഇവളെ കണ്ടപ്പോൾ, എന്തിനാ ഇവളെയും കൊണ്ട് വന്നത് എന്ന് ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവൻ വാതിൽ തുറന്ന് വന്നു. ഇവൻ പറഞ്ഞു, എന്തിനാ ഇവളെയും കൊണ്ട് വന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഇത് നിന്റെ ഭാര്യയാണ്, ഇവള് താമസിക്കേണ്ടത് ഇവിടെയാണ്. അപ്പോൾ ഉടനെ തന്നെ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ട ഇവളെ, അച്ഛൻ വേണമെങ്കിൽ എടുത്തോളെ. എൻ്റെ കൈ എങ്ങനെ പൊങ്ങിയെന്നറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരാളെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ ഒരടി കൊടുത്തു, അവരുടെ കവിളത്ത് വീണു. ഞാനും ആകെ ഷോക്കായി, അവനും അതെ, എല്ലാവരും ആകെ. ഞാൻ അവളെ അവിടെ പിടിച്ചു നിർത്തി. ഞാൻ പറഞ്ഞു, ഇവളിവിടെ നിൽക്കട്ടെ. അവർ സമ്മതിച്ചില്ല, ആ സ്ത്രീ സമ്മതിച്ചില്ല. അങ്ങനെ അവളെ അന്ന് രാത്രി തന്നെ അവളുടെ വീട്ടിലേക്ക് മറ്റു ബന്ധുക്കളുടെ ഒപ്പം പറഞ്ഞു വിട്ടു. അവൾ വീട്ടിൽ പോയി. 1 മാസം കഴിയുമ്പോൾ ഈ കോംപ്രമൈസിനെ ഞങ്ങൾ വിളിച്ചു. അങ്ങനെ പള്ളിയിലെ കുർബാനയെല്ലാം കഴിഞ്ഞിട്ട്, ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ആ മാസം ആ പള്ളിയിൽ വെച്ച് അത് തീർക്കാൻ ഞാനും ഉണ്ടാകും എന്ന് പറഞ്ഞ് ഉറപ്പ് നൽകിയിട്ട് പോയി. ഞാനും ആ ഒത്തുതീർപ്പിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഇതുപോലെ കുറച്ച് അധികം സ്റ്റെപ്പുകളുള്ള ഒരാൾത്താരെയാണ്. ഞാനിങ്ങനെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞിട്ട് ഇവളും വന്നിട്ടുണ്ട്, ഇവളുടെ വീട്ടുകാരുമുണ്ട്, ഇവനുമുണ്ട്, ഇവൻ്റെ അമ്മയും നിൽക്കുന്നുണ്ട്, കുറച്ച് പേരൊക്കെ അല്ലാതെയുമുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു,
എടി മോളെ, നീ ചെയ്തത് വളരെ വലിയ തെറ്റാണ്, നീ ഇവനോടൊന്ന് മാപ്പ് പറ. അപ്പോൾ ഇവൻ പറഞ്ഞു എന്നോട് മാപ്പ് പറയേണ്ട, അമ്മയോട് മാപ്പ് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കാം. അപ്പം അമ്മ പറയുകയാണ്, ചത്താലും ഞാൻ ഇവളോട് ക്ഷമിക്കൂല. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടത്തി അങ്ങനെ പറയല്ലേ, നമ്മൾ ഈശോയുടെ മുമ്പിലാണ്. തൂങ്ങപ്പെട്ട രൂപത്തെക്കുറിച്ചും കർത്താവ് യേശു മിശിഹായുടെ പീഡാസഹനത്തെക്കുറിച്ചൊക്കെ ആ സമയത്ത് ജസ്റ്റ് ഒന്നൊന്ന് പറഞ്ഞു കൊടുത്തു. എന്നാലും ഈ ചേട്ടത്തി ഒരു കുലുക്കില്ല, ഞാൻ ക്ഷമിക്കില്ല ക്ഷമിക്കില്ല ക്ഷമിക്കില്ല. ഇവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ചിലപ്പോൾ ഈശോ ക്ഷമിക്കുമായിരിക്കും, ഈശോ ക്ഷമിക്കില്ലായിരിക്കും, ഞാൻ ക്ഷമിച്ചാലും ഈശോ ക്ഷമിക്കില്ലായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരുത്തി കൊടുത്തു. ഈശോ ക്ഷമിക്കും, ചേർത്തി ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു. ചേർത്തി പറഞ്ഞു, എന്ത് പറഞ്ഞാലും ഞാൻ ഇവളെ വീട്ടിൽ കൊണ്ടുപോകില്ല, എനിക്ക് ഇവളെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുരിശെടുത്ത് പിടിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഈ ക്രൂശിതനായ ഈശോയുടെ നാമത്തിൽ തന്നെ നിങ്ങളോട് പറയണേ, ഒന്ന് ക്ഷമിക്കാമോ? ചേട്ടത്തി പറഞ്ഞു, പറ്റില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? കോംപ്രമൈസ് എല്ലാം പൊളിഞ്ഞു, എൻ്റെ മാധ്യസ്ഥം എല്ലാം തീർന്നു. അവിടെ വെച്ച് അവരെ പറഞ്ഞു വിടണം. ഞാൻ പറഞ്ഞു, ക്ഷമിക്കില്ല എന്ന് ഉറപ്പാണോ? ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യമാട്ടോ ഞാൻ പിന്നീട് തുടർന്ന് ചെയ്തത്. ഞാൻ അവരോട് പറഞ്ഞു, ചേട്ടത്തി പൊയ്ക്കും. പക്ഷേ ഇതിന് മാധ്യസ്ഥം വഹിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ചേട്ടത്തി ഈ പള്ളിയുടെ അവസാനത്തെ, ഇവിടെ നിന്ന് ഇറങ്ങി അവസാനത്തെ പടി ചവിട്ടണതിന് മുമ്പ് ചത്തു വീഴും ക്ഷമിച്ചില്ലെങ്കിൽ. അങ്ങനെയാണെങ്കിൽ പൊയ്ക്കും എന്ന് പറഞ്ഞു. ഞാനിത് പറഞ്ഞിട്ട് ഞാൻ ആൾത്താരയിലേക്ക് കയറിപ്പോയി. ഈ ചേട്ടത്തി പിന്നെ അവിടെ നിൽക്കുമെന്ന് തോന്നണുണ്ട്. ചേട്ടത്തി എൻ്റെ പുറകെ ആൾത്താരയിലേക്ക് ഓടി വന്നു. അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് പോകല്ലേ, എനിക്ക് വീട്ടിൽ പോകണ്ടേ, വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ മോളെയും കൊണ്ടേ പോകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അവർ ക്ഷമിച്ച് കൂട്ടിക്കൊണ്ടുപോകും. മരണത്തെക്കുറിച്ചുള്ള ഒരു ഭയമെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമിക്കാനായിട്ട് തയ്യാറാവും. ഹൃദയപൂർവ്വം ക്ഷമിക്കാനായിട്ട് തയ്യാറാവും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ക്ഷമിച്ചുകൊണ്ട് മരിക്കാനായിട്ടുള്ളൊരു കൃപ, പിതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മരിക്കാനുള്ളൊരു കൃപ, പ്രാർത്ഥിച്ചുകൊണ്ട് മരിക്കാനുള്ള കൃപ, അത് നമ്മൾ യാചിക്കണം. ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് 3 അനുഗ്രഹങ്ങൾ ഈശോ തരാൻ പോകും. ഒന്ന്, മരണത്തെക്കുറിച്ചുള്ള ഭയം നമ്മളിൽ നിന്ന് അകറ്റി. 2, നല്ല മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താനുള്ള കൃപ നൽകി. 3-മതായി, പ്രിയപ്പെട്ടവർ മരണമടഞ്ഞു പോയി എന്നുള്ള വേദന ഹൃദയത്തിൽ സൂക്ഷിക്കുക, അതിൽ നിന്ന് വിടുതൽ നൽകി ഈശോ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഈ നിമിഷം നമ്മളെല്ലാവരെയും നമ്മുടെ ചിന്തയും ബുദ്ധിയും മനസ്സും ശരീരവും എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് ഈശോയ്ക്ക് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഈശോയുടെ കരകളിലേക്ക് കൊടുത്തൊന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ, ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അനുഭവിച്ചത് നിന്റെ പരിപാലനയാണല്ലോ. ഈ ധ്യാനത്തിന് പോലും ഇവിടെ വന്നിരിക്കാൻ ഞങ്ങളെ അനുവദിച്ചത് നീയാണല്ലോ. നല്ലൊരു മരണത്തിന് വേണ്ടി ഞങ്ങളെ ഒരുക്കുവാൻ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മാധ്യസ്ഥം യാചിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, ഈ ഭൂമിയിൽ എത്രയോ പേർ ഈ പകലന്തിയിൽ മരിച്ചുപോയി, എത്രയോ പേർ രാവറുതിയിൽ മരിച്ചുപോയി. എന്നിട്ടും എന്നെ ജീവനോടെ കാത്തല്ലോ, നിനക്ക് നന്ദി. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ദൈവത്തിന് നന്ദി ഒന്ന് പറഞ്ഞു. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവൻ എത്ര പേർ ലോകം വിട്ടുപോ. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവൻ എത്ര പേർ ലോകം വിട്ടുപോ. എന്നാലോ നാം ഒരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നാം ഒരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്തുതിക്കാൻ ലഭിച്ച അവസരമാണ്.
ഈ ജീവിതമെന്ന് മനസ്സിലാക്കി നമ്മൾ ഇരുകരകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് നമ്മുടെ ജീവനെ പ്രതി നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ച് യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ജീവനെ പ്രതി സ്തുതിച്ച് നമുക്ക് നൽകിയ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് ജീവിത പങ്കാളി, മക്കൾ, കുടുംബം, ജീവിത സാഹചര്യങ്ങളെല്ലാം സമർപ്പിച്ച് ഈശോയെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് രോഗിയായിരുന്ന സമയത്ത് നമ്മളെ ശുശ്രൂഷിച്ചവര്, മരണത്തിന്റെ വക്കിൽ നിന്ന് നമ്മളെ തിരികെ കൊണ്ടുവന്ന ഡോക്ടേഴ്സ്, നഴ്സുമാര്, നമ്മളെ പരിചരിച്ചവര്, നമ്മുടെ ബന്ധുമിത്രാദികള്, അവരെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവൻ എത്ര പേർ ലോകം വിട്ടുപോ. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവൻ എത്ര പേർ ലോകം വിട്ടുപോ. എന്നാലോ നാം ഒരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിക്കൊന്ന് സ്തുതി പറഞ്ഞേ. തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് സ്തുതി പറ. ഇടതും വലതും നിൽക്കുന്നവരെ ഒരു സ്തുതിയൊക്കെ കൊടുക്കുക. ഇപ്പോഴെങ്കിലുമൊക്കെ സ്തുതി കൊടുക്കാൻ പറ്റും. നാളെ ഉണ്ടാവുമെന്ന് നമുക്ക് നിശ്ചയില്ലല്ലോ. അപ്പോൾ സന്തോഷത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട്, കണ്ടതിൽ സന്തോഷമുണ്ട് എന്നുള്ള ഭാവത്തോടെ നമ്മളൊന്ന് സ്തുതി പറഞ്ഞേ. പരസ്പരം ഒന്ന് സ്തുതി പറ. ധൈര്യമായിട്ട് സ്തുതി പറഞ്ഞോട്ടോ. ഇത് അവസാനത്തെ സ്തുതിയാട്ടോ എന്ന് പറഞ്ഞാ പറയണേ. ഇരിക്കാം. ഈശോയുടെ മരണം എല്ലാം പൂർത്തിയാക്കിയ മരണം, ഒന്നും ചെയ്യാൻ ബാക്കിയില്ലാത്ത മരണമാണ് ഈശോയുടെ മരണം. ഇതുപോലെ തന്നെയാണ് ഔസേപ്പിതാവിന്റെ മരണം. ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. ഈശോ പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു. ദൈവമേ, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവസാനമായിട്ട് തൻ്റെ അമ്മയെ, തൻ്റെ ശിഷ്യനെ ഏൽപ്പിച്ചു, ശിഷ്യനെ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് ഈശോ ഈ ലോകത്തോട് വിടവാങ്ങുകയാണ്. സുവിശേഷ സത്യങ്ങൾ പഠിപ്പിച്ചു, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രബോധനം നൽകി, പ്രബുദ്ധരാക്കി, ദൈവജനത്തെ ഒരുക്കി, ശിഷ്യന്മാരെ ഒരുക്കി, വേണ്ടതെല്ലാ നിർദ്ദേശവും നൽകി ഈശോ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവസാനമായ യുഗാന്ത്യം വരെ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതിന്റെ അടയാളമായി പരിശുദ്ധ കുർബാന നൽകി അവിടുന്ന് ഈ ലോകത്തോട്. ഇനി നൽകാൻ എനിക്കൊന്നുമില്ല. അവസാനം നൽകാനുണ്ടായത് അമ്മയാണ്. അമ്മയെപ്പോലും നമുക്ക് നൽകി, അമ്മയെപ്പോലും നൽകിയിട്ട് പറയുക, ഇതാ നിന്റെ അമ്മ, നീ എടുത്തോ, നീ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അമ്മയെ നൽകി കൊണ്ടുപോകുന്ന ഈശോ, ഈ ലോകത്തോട് വിടവാങ്ങുന്ന ഈശോ. ഇതുപോലെ തന്നെ ഔസേപ്പിതാവ് എല്ലാം പൂർത്തിയാക്കിക്കൊണ്ടാണ്. എങ്ങനെയാണ് പൂർത്തിയാക്കിയത്? അത് നമുക്ക് സംശയം ഉണ്ടാകുന്ന കാര്യം. ഈശോയുടെ മരണം വരെ ഔസേപ്പിതാവ് ഉണ്ടായില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് പൂർത്തിയായത് എന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കുന്നത് യേശുവിനെ ദേവാലയത്തിൽ വെച്ച് നഷ്ടപ്പെട്ടതിന് ശേഷം 3 ദിവസം കാണാതായിട്ട് അന്വേഷിച്ച് ദേവാലയത്തിലേക്ക് തിരികെ വരുമ്പോൾ ഈശോ വേദപണ്ഡിതന്മാരെ തർക്കിച്ചിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ചോദിക്കുന്നുണ്ട്, നിന്റെ അപ്പനും ഞാനും നിന്റെ പിതാവും ഞാനും നിന്നെ അന്വേഷിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഈശോ പറയുന്ന മറുപടി എന്താ? ഞാൻ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതല്ലേ? ഔസേപ്പിതാവ് ഏറ്റവും സന്തോഷിച്ച നിമിഷം അതാണ്.
കാരണം ചെറുപ്പം മുതൽ 12 വയസ്സ് വരെ, കുഞ്ഞ് ജനിച്ച 12 വയസ്സ് വരെ അമ്മയുടെ ശിക്ഷണത്തിലാണ്. 12 വയസ്സ് മുതൽ പിന്നെ അപ്പൻ്റെ ശിക്ഷണത്തിലാണ് വളരുന്നത്. അപ്പൻ്റെ ശിക്ഷണം എത്തുന്ന സമയത്ത് ഈശോയ്ക്ക് ഒരു ബോധ്യമുണ്ടായി. എന്താണ്? തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് ഈശോ കണ്ടെത്തി. പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ ലക്ഷ്യം. ഇതിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ഔസേപ്പിതാവിന് അറിയാം. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനായിട്ട് ഇവൻ പഠിച്ചാൽ മാത്രമേ ഇവൻ പരിപൂർണനാകൂ എന്ന് ഔസേപ്പിതാവിനറിയാം. അതുകൊണ്ട് ഈശോ അത് പറഞ്ഞപ്പോൾ പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അതല്ലേ എൻ്റെ ഭക്ഷണം എന്ന് പറയുമ്പോൾ, അതല്ലേ എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ, ഔസേപ്പിതാവ് വളരെ സന്തോഷത്തോടു കൂടി മനസ്സിലാക്കിയ സത്യമുണ്ട്. ഇവൻ എത്തേണ്ടടുത്തെത്തി, വളരേണ്ട രീതിയിൽ വളർന്നു. ദൈവം ആഗ്രഹിച്ചതുപോലെ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയായി. അപ്പോക്രിഫൽ ഗോസ്പൽസിൽ ഇങ്ങനെയാണ് ഈശോയുടെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ, ഔസേപ്പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത്, ഈശോയ്ക്ക് 16 വയസ്സുള്ളപ്പോൾ ഈശോയുടെ പിതാവ് ഔസേപ്പിതാവ് മരിച്ചു എന്നാണ് പറയുന്നത്. 16 വയസ്സുള്ളപ്പോൾ. അതിനെക്കുറിച്ച് കൂടുതലൊക്കെ പറയുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. എന്തായിക്കൊള്ളട്ടെ, പ്രായമല്ല ഇവിടെ പ്രധാനപ്പെട്ടത്. ഔസേപ്പിതാവിൻ്റെ മനസ്സിലുണ്ടായ എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഔസേപ്പിതാവ് അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്, എല്ലാം പൂർത്തിയായി. ഇവൻ അറിയാം ഇനി എന്താണ് നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിയുക. ചെയ്യേണ്ടതെല്ലാം ചെയ്യണം, പറയേണ്ടതെല്ലാം പറയണം, കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണം. അങ്ങനെ കൊടുത്ത് ഈ ലോകത്തോട് വിടവാങ്ങുന്ന ഒരു മരണം, അത് നല്ല മരണമാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുക. ഭാഗം വെക്കാനുണ്ടെങ്കിൽ ഭാഗ ഉടമ്പടി അത് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഒന്നും കൊടുക്കാതെ പോകരുത്. ഒരു വീട്ടിൽ ഒരപ്പൻ ശ്വാസം മുട്ടൽ കൊണ്ട് ഇങ്ങനെ വലിച്ചിരിക്കുക. ഈ അപ്പൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? അപ്പന് 10 മക്കളാണ് ഉള്ളത്. മൂത്ത മകൻ കല്യാണം കഴിച്ച് അപ്പൻ്റെ അനുവാദമില്ലാതെ പറമ്പിൽ 2 ഏക്കർ സ്ഥലത്ത് ഒരു വീട് അപ്പൻ്റെ അനുവാദമില്ലാതെ വെച്ചതുകൊണ്ട് അവനൊരു ചെറിയൊരു ഷെഡ്, വെറുതെ ഒരു ഷെഡാണ്. ആ ഷെഡ് വെച്ച് അവൻ താമസിക്കുന്നതുകൊണ്ട് അവനോട് അപ്പം മിണ്ടേല. അപ്പം മരിക്കാറായി, 19 വയസ്സുണ്ട് അപ്പന്. അപ്പന് ഒരു തരത്തിലും ഈ ഭാഗ ഉടമ്പടി നടത്തില്ല. മക്കൾ പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ 10 മക്കൾ ഒരു വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ബാക്കി 9 പേരുണ്ട്. അവര് എല്ലാവരും തന്നെ കല്യാണം കഴിഞ്ഞു. ഇളയ എല്ലാവരും തന്നെ രണ്ടാമത്തെ അവസാനത്തെ ആള് 2 പേര് കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാത്തതിന്റെ കാരണം അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇതുപോലെ അപ്പൻ ഇങ്ങനെ ശാഠ്യം പിടിക്കുമ്പോൾ ഞങ്ങൾ എന്തിനാ കല്യാണം കഴിച്ചിട്ട്, അതുകൊണ്ട് അപ്പം മരിക്കട്ടെ, അപ്പം മരിച്ചിട്ട് കല്യാണം കഴിക്കാമെന്നാ പറയണേ. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും വന്ന് പറഞ്ഞു, വികാരിച്ചും വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഒന്ന് ഭാഗം വെച്ച് കൊടുത്തൂടെ, മക്കളൊക്കെ ഒന്ന് മാറി താമസിക്കേണ്ട സമയമായില്ല. ഞാൻ ചത്താലും കൊടുക്കില്ല എന്നാണ് ഈ അപ്പ പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഇടവകയിൽ ഒരു വലിയ ധ്യാനം നടന്നു. ധ്യാനഗുരു വന്നു, അച്ഛനോട് സംസാരിച്ചു, ഈ അപ്പനോട് സംസാരിച്ചു, രക്ഷയില്ല. എല്ലാ മക്കളും പറഞ്ഞു, അവരൊക്കെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും മടുപ്പായി. അപ്പൻ ഈ വലിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിപ്പാണ്, ആരോടും മിണ്ടില്ല, ഭാര്യയോട് മാത്രം സംസാരിക്കും, മക്കളോടൊക്കെ ഷൗട്ടിങ്. അപ്പൻ്റെ പേരിലല്ലേ, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഈ അമ്മ അവിടെ കിടന്ന് ഉരുകി. അപ്പോഴാണ് ആ ഇടവകയിൽ നല്ലൊരു കൊച്ചച്ഛൻ വരുന്നത്. ഈ കൊച്ചച്ഛൻ എന്ത് ചെയ്തു? അപ്പൻ്റെ കവളിൽ പിടിച്ച് നുള്ളി, കൈയൊക്കെ ഒന്ന് തടവി, അപ്പനെ ഒന്ന് സോപ്പിട്ട് അപ്പനെ കൊണ്ട് കാര്യം സാധിപ്പിച്ചെടുത്തു. അപ്പ ഒരു കാര്യം പറയാം, മക്കളൊക്കെ ഇങ്ങനെ ജീവിക്കുകയല്ലേ, ഇപ്പൊ ഒന്നും കൊടുക്കേണ്ട. അപ്പൻ അറ്റ്ലീസ്റ്റ് വിൽപത്രമെങ്കിലും എഴുതി വെക്കണം, വിൽപത്രം ഒന്ന് എഴുതി വെക്കണം. അങ്ങനെ വിൽപത്രം എഴുതാനായിട്ട് അപ്പൻ സമ്മതിച്ചു. അതിന് വിൽപത്രം എഴുതി. അച്ഛനും സന്തോഷമായി, മക്കൾക്ക് സന്തോഷമായി. മക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അപ്പം വേഗം ചാകണേ, വേഗം ചാകണേ, എന്നാലല്ലേ ഇനി മാറി താമസിക്കാൻ പറ്റും. വിൽപത്രം എഴുതിയിട്ടുണ്ട്. അങ്ങനെ അപ്പം മരിച്ചു. താമസിയാതെ മക്കളുടെ പ്രാർത്ഥന കേട്ടതുപോലെ അപ്പം മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും വികാരിച്ചൻ്റെ സാന്നിധ്യത്തിൽ വന്ന്, കൊച്ചച്ഛനുണ്ട്, എല്ലാവരും കൂടി ഇരുന്ന് ഈ വിൽപത്രം വായിച്ചു. അപ്പൻ എഴുതിയത് എന്തായിരുന്നതറിയോ? അപ്പൻ്റെ മരണശേഷം സ്വത്തല്ല അപ്പന് എന്ന അപ്പൻ. ചിലരങ്ങനെ കൊടുക്കല, ഒന്നും കൊടുക്കല. മക്കള് വളർന്നു എന്നുള്ളൊരു ചിന്ത പോലും വെച്ചു പുലർത്താതെ
അവരെത്തേണ്ട രീതിയിലെത്തി. അവർ ജോലി ചെയ്യുന്നുണ്ട്, അവർ സമ്പാദിക്കുന്നുണ്ട്, മകൻ സമ്പാദിക്കുന്നു. അത് എൻ്റെ കയ്യിലേക്ക് തന്നെ വരണം, ഞാൻ ഇവിടുത്തെ കാർന്നോരാ, ഞാൻ തന്നെ ചെയ്യും എന്നുള്ള ശാഠ്യമൊക്കെ മാറ്റിയിട്ട് ഒന്ന് വിട്ടുകൊടുക്കാനൊരു മനസ്സ്. അവർ വളർന്ന്, അവർ വിവാഹം കഴിച്ചു, അവരുടെ ജീവിത പങ്കാളിയായിട്ട് അവർ ജീവിക്കട്ടെ എന്നുള്ളൊരു ചിന്തയുടെ തലത്തിലേക്ക് പോകാൻ പോലും സാധിക്കാത്ത മാതാപിതാക്കന്മാരുണ്ട്. ഇനി മാതാപിതാക്കളെ നോക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് വേറൊരു കാര്യം. അത് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുക. ജീവിത പങ്കാളിയോട്, മക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ, അവരെ പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കുക, കൊടുക്കേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക. അതിന് പകരം സ്വന്തം എന്നോട് ഒരു ചേച്ചി കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, അയാൾക്ക് എന്ത് അസുഖമാണെന്ന് എനിക്കറിയില്ല അച്ഛാ. ഒരു താറാവിനെ മേടിച്ച അയാൾ താറാവിനെ ശരിയാക്കിയിട്ട് അയാൾ ഒറ്റക്ക് തിന്നും, ഒരു കഷ്ണം പോലും ഞങ്ങൾക്ക് തരില്ല. ഞാൻ ഇങ്ങനത്തെ മനുഷ്യനുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അങ്ങനെ ഉണ്ടേ, അത് എക്സ്ട്രീം കേസായിരിക്കാം, പക്ഷെ അങ്ങനെയുമുണ്ട്. ഒരു കഷ്ണം പോലും മക്കൾക്കും ജീവിത പങ്കാളിക്കും കൊടുക്കാതെ അയാൾ കഴിച്ചു എന്നാ പറയാം. ഞാൻ അന്തപ്പെട്ട് നിൽക്കുക, ഇങ്ങനെയുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണം, ചെയ്യേണ്ടതെല്ലാം. സ്നേഹം കൊടുക്കണമെങ്കിൽ സ്നേഹം കൊടുക്കണം. ഔസേപ്പിതാവ് ചെയ്തത് ഇതാണ്. തന്നെ സ്നേഹത്തിൽ വളർത്തി ദൈവഹിതം നിറവേറ്റുകയാണ് നിന്റെ ലക്ഷ്യം എന്ന് ഔസേപ്പിതാവ് പഠിപ്പിച്ചിട്ടുണ്ടാവണം. ഔസേപ്പിതാവ് വളർത്തു പിതാവെന്നാണ് പറയുന്നത്. ഈ വളർത്തു പിതാവിൻ്റെ സകല ഗുണങ്ങളും ഈ മകനുണ്ട്, സകല ഗുണങ്ങളും. ആ ഒരു അർത്ഥത്തിൽ കൂടി ചിന്തിച്ചു കഴിയുമ്പോഴാണ് ഈ ഔസേപ്പിതാവിനെ നൽമരണത്തിൻ്റെ മധ്യസ്ഥനായിട്ട് തിരുസഭ ഉയർത്തുന്നത്. കാരണം നമ്മുടെ മരണത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിന് സദൃശ്യമായിട്ടാണ് ക്രിസ്തുവിൻ്റെ മരണം. ആ ക്രിസ്തുവിൻ്റെ മരണത്തിന് ഈ ക്രിസ്തു മരിച്ച അതേപോലെ തന്നെ എല്ലാം പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് ഈ ലോകത്തോട് വിടവാങ്ങുന്ന വിശുദ്ധ ഔസേപ്പിതാവിനെ നമുക്ക് കാണാൻ സാധിക്കും, എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട്. പിന്നീട് വേറൊരു പ്രത്യേകതയാണ് യേശുവിൻ്റെ മരണത്തിൻ്റെ ഒരു 5ാമത്തെ പ്രത്യേകതയാണ് പ്രചോദനാത്മകമായ മരണമാണ്. ഇതുപോലെ മരിക്കും, എല്ലാവരോടും ക്ഷമിച്ച് പുറത്ത് ഒന്നിനോടും പരാതിയില്ലാതെ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർത്തുള്ള പ്രചോദനാത്മകമായ പിതാവിൻ്റെ കരങ്ങളിലുള്ള ഒരു സമർപ്പണമാണ് യേശുവിൻ്റെ മരണം. വിശുദ്ധ ഔസേപ്പിതാവ് അങ്ങനെയല്ലേ? പരിശുദ്ധ അമ്മയുടെ അടുത്ത് യേശുവിൻ്റെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടുള്ള മരണം. നമ്മളത് സ്വപ്നം കാണണം. നമ്മുടെ മരണത്തെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾ ഇന്നാളെ കാത്തിരിക്കുന്നത് ഈ ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ജീവിക്കാനും തയ്യാറാവണം. അപ്പോൾ പ്രചോദനാത്മകപരമായ മരണം വേണം. നമ്മൾ മക്കബായരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അമ്മയും 7 മക്കളുടെയും സംഭവം പറയുന്ന സമയത്ത് 7 മക്കളെയും മരണത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്ന സമയത്ത് അമ്മയുടെ മനസ്സിൽ ആകുലതയില്ല. അമ്മ പറയുന്ന, മക്കളെ നിങ്ങൾ ധൈര്യമായിട്ട് മരണം വരിക്കുക എന്ന് പറഞ്ഞ് ധീരതയോടെ മരണം വരിക്കാനായിട്ട് മക്കളെ വിട്ടുകൊടുക്കുന്ന അമ്മ. എലിയാസറിനെ കുറിച്ച് പറയുന്നുണ്ട്, നിഷിദ്ധമായ പന്നിമാംസം ഭക്ഷിക്കാനായിട്ട് നിർബന്ധിക്കുന്ന സമയത്ത് എലിയാസർ മരണത്തിലേക്ക് തന്നെ വിട്ടുകൊടുക്കുന്നതിൻ്റെ ധൈര്യവും നമ്മൾ കാണുന്നുണ്ട്. പ്രചോദനാത്മകപരമായ മരണം. പ്രിയമുള്ളവരെ, നമ്മുടെ സിറ്റുവേഷനൊക്കെ മാറും. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആരുമില്ലാത്തൊരു കാലഘട്ടം അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഈശോയ്ക്ക് വേണ്ടിയില്ല, ഈശോയെ പോലെ ജീവിക്കാനായിട്ടുള്ള ഒരു കാലഘട്ടം അടുത്ത് വരണുണ്ട്. അടുത്ത് തന്നെയാണ്. നമ്മളിനി നമുക്ക് സമയമൊന്നുമില്ല. നമ്മൾ ചിന്തിക്കണ പോലെയല്ല, ഇനി നമുക്ക് സമയമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വളരെ വേഗത്തിൽ നമ്മുടെ ആത്മാവിനെ ഒരുക്കണം നല്ല മരണത്തിന്. ഏതു നേരവും ഒരുങ്ങാനായിട്ട്, ഏതു നേരവും എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം എന്നുള്ള ചിന്തയിൽ നമ്മൾ ജീവിക്കണം. ജീവിതത്തിൽ സഹനങ്ങളും ദുഃഖങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ടാകും. എങ്കിലും ഈശോയുടെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. നല്ല മരണം എന്ന് പറയുന്നത് അത് സന്തോഷകരമായി നമുക്കെങ്ങനെ നടത്താൻ സാധിക്കും? സന്തോഷകരമായിട്ടുള്ള മരണത്തിന് വേണ്ട കാര്യമാണ് പിതാവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരു ജീവിത പശ്ചാത്തലം നമുക്കുണ്ടാകണം. ക്ഷമിക്കാനായിട്ടുള്ള മനസ്സുണ്ടാകണം. പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിൻ്റെ പിൻബലമുണ്ടാകണം. എല്ലാം പൂർത്തിയാക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന ഒരു ജീവിതവുമായിരിക്കണം നമ്മുടേത്. അപ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായിട്ട് മാറുക. പ്രിയമുള്ളവരെ, നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം, പ്രാർത്ഥിക്കണം.
ദൈവഹിതമാണ് മരണം എന്നുള്ള തിരിച്ചറിവോടുകൂടി മരണത്തിൻ്റെ മുമ്പിൽ പതരയും കുതിരയുമല്ല ഈശോ ഈ ലോകത്തോട് വിടവാങ്ങിയത്. ഈശോ പറഞ്ഞു, അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മരണത്തിലേക്ക് ഈശോ തോട്ടത്തിൽ നിന്ന് നടന്നു പോയത്. ആ ഒരു ബോധ്യത്തോടുകൂടി ഓരോ ദിവസവും നമ്മൾ ദൈവമേ നിന്റെ ഹിതം നിറവേറ്റാൻ എനിക്കിന്ന് സാധിച്ചോ എന്നുള്ള ആത്മശോധനയോടുകൂടി ഓരോ ദിവസവും അവസാനിപ്പിക്കാനും ദൈവമേ നിന്റെ ഹിതം നിറവേറ്റണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഓരോ ദിവസവും ആരംഭിക്കാനും നമുക്ക് സാധിച്ച നമ്മുടെ ജീവിതം നല്ല ഒരു ജീവിതമായി തീരും. നല്ലൊരു മരണത്തിന് വേണ്ടി നമുക്കൊരുങ്ങാൻ സാധിക്കും. വിശുദ്ധ യോസേപ്പ് പിതാവ് നന്മരണത്തിൻ്റെ മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളെല്ലാവരും പറയാറ് ഔസേപ്പ് പിതാവിൻ്റെ അടുക്കൽ പരിശുദ്ധ അമ്മയും ഈശോയും ഉണ്ടായിരുന്ന ഈശോയുടെ കരങ്ങളിൽ ഇതാണ് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു മരണം. അതാണ് കർത്താവിലുള്ള നിദ്ര എന്ന് പറഞ്ഞത്. കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ അനുഗ്രഹീതരാണ്. വെളിപാട് 14:13. കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ അനുഗ്രഹീതരാണ്. അപ്പോൾ ഔസേപ്പ് പിതാവ് കർത്താവിൽ നിദ്ര പ്രാപിച്ചത്